സോണിയാഗാന്ധിയുടെ വസതിയിൽ ഇവരെയും വിളിച്ചു കൊണ്ടുപോകാൻ മാത്രം അടൂർ പ്രകാശനും ആന്റോ ആന്റണിക്കും എന്ത് തരം ബന്ധമാണ് ഇവരുമായിട്ടുള്ളത്? ഏകദേശം ഒരു പബ്ലിക് ഫംഗ്ഷൻ ആണല്ലോ ഇത്. അതുപോലെയല്ല ഈ ചടങ്ങിനെ നാം കാണേണ്ടത്. സോണിയാഗാന്ധിയുടെ അടുത്തെത്തലും കൈക്ക് ഇത് കെട്ടിക്കൊടുക്കലും ഒക്കെ ഇവർക്ക് എങ്ങനെ നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. ഈ പോറ്റിയുമായും ഗോവർദ്ധനുമായും എന്ത് തരം ബന്ധമാണ് അവർക്കുള്ളത് എന്ന് അവരല്ലേ വ്യക്തമാക്കേണ്ടത്. UDF ഭരണകാലത്തെ ശബരിമലയിൽ നടന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഈ പോറ്റിയും ഗോവർദ്ധനും എങ്ങനെയാണ് പ്രധാന പങ്കാളികളായത്? സ്വർണ്ണക്കൊള്ളയിലെ മുന്ന സോണിയാഗാന്ധിയിലേക്ക് തിരിച്ചുവെച്ച് മുഖ്യമന്ത്രി. പത്തനംതിട്ടയിൽ നിന്നുള്ള 2 പാർലമെന്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും സോണിയാഗാന്ധിയെ കണ്ടതും ഉപഹാരങ്ങൾ കൈമാറിയതും എന്തിനാണ് എന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണം നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല LDFനെ ബാധിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്ലേറ്റ് മാറ്റുകയാണോ? ചർച്ചയിൽ ശ്രീ PK ഗോപൻ CPM, ശ്രീ KP നൌഷാദ് അലി കോൺഗ്രസ്, ശ്രീ VS ജിതിൻ ദേവ് BJP, ശ്രീ മഹേഷ് പണിക്കർ തട്ടാശ്ശേരി കുടുംബാംഗം, ശ്രീ TK രാജഗോപാൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്നിവർ. ആദ്യം ശ്രീ TK രാജഗോപാൽ, ഇതുവരെ CPM ഡിഫൻസിലായിരുന്നു, ഇപ്പോൾ അറ്റാക്കിംഗ് മോഡിലേക്ക് കടന്നിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി UDF കാലത്ത് സജീവ സാന്നിധ്യമായിരുന്നു ശബരിമലയിലും പരിസര പ്രദേശങ്ങളിലും എന്ന് മാത്രമല്ല അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ ഈ കേസിലെ 2 പ്രതികൾ ഗോവർദ്ധനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാണുകയും ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു എന്ന് മുഖ്യമന്ത്രി തന്നെ ഇന്ന് ഒരു ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോപിക്കുമ്പോൾ അറ്റാക്കിംഗ് മോഡിലേക്ക് കടക്കുകയാണ്. അത് ഫലപ്രദമാകുമോ? ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഡാമേജ് പരിഹരിക്കാൻ ഉതകുന്നതാകുമോ? അഭിലാഷ്, അത് മാത്രമല്ല, അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. എന്റെ ചിത്രവും വന്നിട്ടുണ്ട്, എന്റെ ചിത്രവും കൃത്രിമമായി ഉപയോഗിച്ചു എന്നൊരു ഭാഷയാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അദ്ദേഹത്തിന്റെ ചിത്രവും വന്നിട്ടുണ്ട്. അതിനെ ബാലൻസ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത് കേട്ടോ. ആദ്യം പറഞ്ഞത് സോണിയാഗാന്ധിയുടെ കാര്യമാണ്. സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക്, അതീവ സുരക്ഷയുള്ള വസതിയിലേക്ക്, പ്രത്യേകിച്ച് അവരത് UPയുടെ ചെയർപേഴ്സണാണ്. ആ വീട്ടിലേക്കൊന്നും സാധാരണഗതിയില് വളരെ മുൻകൂട്ടി അനുവാദമില്ലാതെ ഒരാൾക്കും ചെല്ലാൻ നോക്കത്തില്ല. അത്രയേറെ സെക്യൂരിറ്റി സംവിധാനങ്ങളുള്ളതാണ്. അത് K കരുണാകരന്റെ വരെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ അതിനപ്പുറത്ത് നമുക്ക് ചിന്തിക്കാനില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കോൺഗ്രസിന്റെ പ്രമുഖരാണ്, ഇപ്പൊ 2 പേരും MP-മാരാണ്. ആ MP-മാരോടൊപ്പം കടന്നു ചെന്നത്, അതാണ് അദ്ദേഹം ചോദിക്കുന്ന സ്വാഭാവിക ചോദ്യം. അവിടെ ചെല്ലുക മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ ഈ പോറ്റി എന്തോ കൂടോത്രമോ അങ്ങനെ എന്തൊക്കെയോ പോലെ എന്തോ ഒരു ചരടുമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ആ സീനുകളൊക്കെയാണ്, ആ ചിത്രമാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹം പറഞ്ഞത് എന്റെ ചിത്രം ഉപയോഗിച്ചിട്ടെന്ന് പറഞ്ഞാല് ശബരിമലയിൽ മെഡിക്കൽ ആംബുലൻസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അത് മട്ടന്നൂർ ശങ്കരൻകുട്ടി എന്ന് പറഞ്ഞ വാദ്യ കലാകാരൻ അവിടെ നടത്തിയ ഒരു വഴിപാടാണ് ശബരിമലയിൽ. അത് അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നമ്മൾ വിശേഷിപ്പിച്ചിരുന്നത് ഉണ്ണിപ്പോറ്റി എന്നൊക്കെയാണ് അന്ന് പത്രവാർത്തകൾ വന്നിരുന്നത്. കിളിമാനൂർ ഉണ്ണിപ്പോറ്റിയുടെ വഴിപാടായിട്ടാണ് ശബരിമലയില് ഈ മട്ടന്നൂർ ശങ്കരൻകുട്ടി 51 അംഗ സംഘവും അവിടെ ഒരു വാദ്യമേള നടത്തിയത്. അതിനുശേഷം തിരിച്ചിറങ്ങുന്ന വഴിക്ക് മട്ടന്നൂരിന് ശാരീരിക അസ്വസ്ഥത ഉണ്ടായ സമയത്ത് മട്ടന്നൂരിന് മെഡിക്കൽ സഹായം കിട്ടിയില്ല. പെട്ടെന്ന് വനംവകുപ്പിന്റെയോ മറ്റോ ആംബുലൻസിലാണ് അദ്ദേഹത്തെ താഴെ കൊണ്ടുവന്നത്. ഈ സമയത്ത് പോറ്റി കൂടുണ്ട്. അപ്പൊ പോറ്റിയാണ് നിർദ്ദേശം വെച്ചതെന്ന് പറയുന്നു. എന്നാലൊരു കാര്യം ചെയ്യാം, മട്ടന്നൂർ നമുക്കൊരു കാര്യം ചെയ്യാം, മുഖ്യമന്ത്രിക്ക് ഒരു കത്തെഴുതാം, അത്യാവശ്യമായിട്ട് ഒരു ആംബുലൻസ് ഇവിടെ വേണം. അപ്പൊ അതിന് കത്തെഴുതാമെന്ന് പറയുന്നു. അങ്ങനെ കത്തെഴുതി. അത് ഉണ്ണികൃഷ്ണൻ തന്നെയാണ് സ്പോൺസറെ കണ്ടുപിടിച്ചതെന്നാണ് പറയുന്നത് കേട്ടോ. ബാംഗ്ലൂരിലെ ഒരു ജുവലറി സ്പോൺസറെ കണ്ടുപിടിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. എന്നിട്ടാണ് ഈ ആംബുലൻസ് കൈമാറുന്ന ചടങ്ങ്. ആ ചടങ്ങിനെ സ്ഥലത്തായിരുന്നു, പോർട്ടിക്കോയിലാണ് ചടങ്ങ് നടന്നത്. എല്ലാം ശരിയാണ്, അദ്ദേഹം പറയുന്നതൊക്കെ വളരെ ശരിയായ കാര്യങ്ങളാണ്. DGP ഉണ്ട്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉണ്ട്, അതേപോലെ തന്നെ പോറ്റി വളരെ ക്ലോസ് റേഞ്ചിൽ പോറ്റിയുണ്ട്. വളരെ മുഖ്യമന്ത്രിയുമായിട്ട് വളരെ ക്ലോസ് റേഞ്ചിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമുണ്ട് പോറ്റിയുടേത്. അപ്പോൾ ഇതിൽ നിന്ന് രണ്ടിന്നും മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനെ രണ്ടിനെയും ബാലൻസ് ചെയ്തെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ന് ഈ പോറ്റി പ്രതിസ്ഥാനത്തില്ല. ഈ പോറ്റി എപ്പോഴാണ് ഈ പിക്ചറിലേക്ക് വരുന്നത്? പോറ്റി ഇപ്പോഴാണല്ലോ പിക്ചറിലേക്ക് വരുന്നത്. അങ്ങനെ ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോൾ 2 ആരോപണങ്ങളായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. പോറ്റി അന്ന് ഈ പ്രതിസ്ഥാനത്തോ ശബരിമല കൊള്ളയിലോ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത്തരം കാര്യത്തിൽ തോന്നുന്നു. ശരി, ശ്രീ മഹേഷ് പണിക്കർ, പിന്നെ പത്തനംതിട്ട ബാധിച്ചോ ശബരിമല? നമുക്ക് അടുത്ത റൗണ്ടിൽ ആ വിഷയത്തിലേക്ക് വരാം. ശ്രീ മഹേഷ് പണിക്കർ, ബാധിച്ചോ ഈ വിഷയത്തിൽ ആർക്കാണ് പോറ്റിയുമായിട്ടുള്ള ബന്ധം എന്നുള്ളത് പരസ്പരം ആരോപണം അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിക്കാം. പക്ഷേ പോറ്റി കൊണ്ടുപോയ വസ്തുക്കൾ എവിടെ എന്നുള്ളത് ഇപ്പോഴും
അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടില്ല. ഇത് ഉരുക്കിയതാണോ അതോ വിശിഷ്ട വസ്തുക്കൾ, ശബരിമലയിലെ പുണ്യവസ്തുക്കൾ എന്നുള്ള നിലയിൽ കൈമാറിയതാണോ എന്നത് സംബന്ധിച്ചും ഗൂഢാലോചനാ തിയറികളും ആരോപണങ്ങളും മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെ അക്കാര്യത്തിൽ ആധികാരികമായൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല. അന്വേഷണ സംഘവുമായി ബന്ധപ്പെടുമ്പോൾ ഞങ്ങൾ എല്ലാ തിയറികളും എല്ലാ തരത്തിലുള്ള വാദങ്ങളും പരിഗണിക്കുന്നുണ്ട്, അത് തള്ളിക്കളയുന്നില്ല, ഞങ്ങളെല്ലാം ഇഴകീറി പരിശോധിക്കും എന്ന ഉത്തരം ആണ് അവിടെ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ പോറ്റി ആരുടെ കാര്യക്കാരാണെങ്കിലും പോറ്റി കൊണ്ടുപോയതൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഈ അന്വേഷണത്തെ സംബന്ധിച്ചൊരു പ്രതിസന്ധിയാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതിനകത്ത് ഞാൻ ഈ ഫോട്ടോയുടെ വിവാദമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയ അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബാക്കി എല്ലാവരെയും നമ്മൾ എവിടെ വെച്ചാലും കാണുന്ന പോലല്ല. ഇതൊരു ഇയാൾ ഈ കൂടോത്രം അല്ല സാറേ കെട്ടിയത്, അത് ആക്ച്വലി ഒരു തായ്ത്ത് അല്ലെങ്കിൽ കാപ്പുകെട്ട് എന്ന് പറയുന്ന ഒരു സാധനം പറയും. അത് അയ്യപ്പ പൂജയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ തമിഴ്നാട്, കർണാടക ഇതിലൊക്കെ ഉള്ള ഒരു ചടങ്ങാണ്. അതായത് ഇവർ ഈ കെട്ടി വരുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ആഴിപൂജ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഈ ആഴിപൂജയൊക്കെ ഉള്ളതിൻ്റെ സമയത്ത് അങ്ങനെ ഒരു കെട്ടുന്നത് ഇതൊരിക്കലും മുൻകൂട്ടി പ്ലാൻ ചെയ്യാതെ, അതായത് ഞാൻ ഒരാളെ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന പോലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ തൊഴുന്ന പോലെ അല്ല ഈ സംഭവങ്ങൾ. അപ്പം അങ്ങനെ ഒരാളെ ഇപ്പം എവിടെ വേണേലും ആർക്കും കാണാം, തൊഴാം, സംസാരിക്കാം, ചിരിക്കാം. പക്ഷെ ഒരാളുടെ പ്രൈവറ്റ് സ്പേസ് ആയ കൈ പിടിച്ചിട്ട് കയ്യിൽ ഇപ്പോൾ ഒരു ഗിഫ്റ്റും കൊടുക്കാം, ഒരു ബ്രേസ്ലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ സ്വർണ്ണമോ ഗിഫ്റ്റും കൊടുക്കാം. അതുപോലെയല്ല ഇത്. അയാളുടെ കയ്യിൽ സ്വന്തമായിട്ട് കെട്ടി കൊടുക്കണമെങ്കിൽ അതിനൊരു മുൻകൂട്ടി അനുവാദമുണ്ട്. അതായത് ഇങ്ങനെ ഒരു തായത്ത് കെട്ടാനായിട്ട് ഞാൻ വരുന്നുണ്ട്, അദ്ദേഹം ഈ തായത്ത് കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്. ഇത് കൊണ്ടുപോകണമല്ലോ അവിടെ, അല്ലാണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് അവിടെ വെച്ചിട്ട് എന്നാൽ പിന്നെ ഇതൊന്ന് കെട്ടിക്കോട്ടെ അത് ഇദ്ദേഹത്തെ. അപ്പം അതിനകത്തുള്ള ഒരു ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ ശബരിമലയിലെ മുഖ്യ തന്ത്രിയായി, ശബരിമല എന്ന് പറഞ്ഞ മഹാക്ഷേത്രത്തിന്റെ മുഖ്യ തന്ത്രിയായി ആണ് അവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അവതരിപ്പിച്ചത് ആരാണ്? ആ അവതരിപ്പിച്ചവരിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഈ പോറ്റിയെ ഈ ശബരിമലയിൽ ഈ കൊള്ളയൊക്കെ നടത്താനായിട്ട് കയറ്റിയവർക്ക് അതൊരു കണക്ഷൻ ഉണ്ട് അവിടെ. കാര്യം അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു നമ്മുടെ ഈ എന്താ പറഞ്ഞ അന്നത്തെ UPയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള 10 ജൻപത് എന്ന് പറഞ്ഞ വീടിനകത്താണ്, ഒരു പ്രൈവറ്റ് പബ്ലിക് സ്പേസിലല്ല, അവരുടെ വീട്ടിൽ അവിടെ ചെന്നിട്ട് അത് കെട്ടിക്കൊടുക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അതിനെയാണ് ശബരിമല തന്ത്രിയായിട്ട്. വേറൊരാൾ വന്ന് കെട്ടിക്കൊടുക്കാൻ അവർ സമ്മതിക്കത്തില്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു ഒറ്റൊരു മതവിഭാഗത്തിന്റെയും ഒരു തരത്തിലുള്ള അങ്ങനത്തെ കാര്യങ്ങൾ അവർ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. സന്യാസിമാരെ ായിരിക്കും, തൊഴുമായിരിക്കും, അല്ലെ കാലി വീണായിരിക്കും, അതൊക്കെ അതുപോലെയല്ല. പേഴ്സണൽ സ്പേസിലോട്ട് കയ്യിലോട്ട് അങ്ങനെ ഒരു പൂജ. അവർ ആക്ച്വലി ഭാരതത്തിന്റെ മരുമകളാണ്. അപ്പം അങ്ങനെ ഒരു സാധനം വന്നപ്പോഴത്തേക്ക് അതിനകത്തൊരു മറ്റ് ഫോട്ടോ പോലെ അല്ല, അതിനൊരു പ്രത്യേകമായ ഒരു ഇന്റൻഷൻ ഉണ്ട്. ആ ഇന്റൻഷൻ നമുക്ക് അന്വേഷണ വിധേയമാക്കേണ്ടത് തന്നെയാണ് എന്ത് പറഞ്ഞാലും. പിന്നെ ഈ പോറ്റുകെട്ട സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ സ്വർണ്ണമായിട്ട് തിരിച്ചു വരാനായിട്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു വ്യഗ്രത. എത്ര സ്വർണം ഇവിടുത്തെ കാണാതെ പോയിട്ടുണ്ടോ, തെളിവ് എത്ര ഉണ്ടോ, ഇപ്പൊ 4 കിലോ ആണെങ്കിൽ 4 കിലോ. അപ്പം അതിന്റെ അത്രയും ഇക്വലന്റ് കിലോ കണ്ടെത്താനായിട്ടുള്ള അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു രീതിയിൽ കണ്ടെടുക്കാനുള്ള ഒരു ശ്രമമാണ്. അങ്ങനെയല്ല, അതിനകത്ത് തീർച്ചയായിട്ടും അത് ആ സാധനങ്ങൾ തന്നെ ഇവിടുന്ന് എന്തൊക്കെ പോയിട്ടുണ്ടോ അതേ സാധനങ്ങൾ തന്നെയാണ് ഇവർ വിറ്റിരിക്കുന്നതെന്ന് ഉറപ്പാണ്. അതായത് വിഗ്രഹ കടത്തിന്റെ കഥകളും മറ്റു കഥകളും ഒരുപാട് തിയറികളും വരുന്നുണ്ടെങ്കിലും അതിന്റെ അന്വേഷണം പോകുന്ന ആ രീതിയിൽ തന്നെയാണ്. മാത്രമേ നമുക്ക് ഈ വിഗ്രഹക്കടത്ത് തിയറി വരുമ്പോൾ നമുക്ക് പഞ്ചലോക വിഗ്രഹം ഈ പറഞ്ഞ ബാക്കി കൊണ്ടുപോയ ഇടങ്ങളിലൊന്നും പഞ്ചലോക വിഗ്രഹം ഇല്ലല്ലോ, ഉണ്ടോ? അഷ്ടദിക്പാലകരുടെ വിഗ്രഹം പഞ്ചലോഹമാണോ? അതെ, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അത് സ്വർണ്ണം പൂശിയതാണ്, പക്ഷെ എന്നിരുന്നാലും അത് പഞ്ചലോഹ വിഗ്രഹമായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തത്. അത് വാർത്ത വിഗ്രഹമാണ്, അതിങ്ങനെ ഇതല്ല, അത് പഞ്ചലോഹമായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റും. അതും വാജിവാഹനം വെള്ളിയാണ്, പക്ഷെ അതിന്റെ പുറത്ത് സ്വർണ്ണത്തിന്റെ കോട്ടിങ് ആക്കി കഴിഞ്ഞാൽ അതും പഞ്ചലോഹ വിഗ്രഹമായിട്ട് അങ്ങനെ തന്നെ ആയിരിക്കും അവർ കച്ചവടം ചെയ്യുന്നത്. ഇതെന്തായാലും അവർക്ക് ഉരച്ചു നോക്കാനോ അങ്ങനത്തെ രീതിയിൽ ടെസ്റ്റ് ചെയ്തിട്ടായിരിക്കത്തില്ലല്ലോ. അപ്പം ശബരിമലയിൽ നിന്ന് പഞ്ചലോഹ വിഗ്രഹം പോയിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ മെയിൻ ദേവന്റെ വിഗ്രഹമുണ്ട്, എന്റെ ഗ്രാൻഡ് ഫാദർ ചെയ്ത വിഗ്രഹമുണ്ട്. അത് കൂടാണ്ട് അവിടെ നമുക്കൊരു ശിവേലി ബിംബമുണ്ട്. ശിവേലി ബിംബം എന്ന് പറഞ്ഞാൽ നമ്മൾ ആറാട്ടിന് പമ്പയിലോട്ട് ആറാട്ടിന് എഴുന്നള്ളിക്ക് കൊണ്ടുവന്നൊരു ശിവേലി ബിംബമുണ്ട്. അതും പഞ്ചലോഹമാണ്. അത് കൂടാണ്ട് അത് ശ്രീകോലിനകത്തുള്ളത്. അല്ലാണ്ട് പുറത്തുള്ള വിഗ്രഹത്തിന്റെ ഗണത്തിൽപ്പെടുത്താവുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ കൊടിമരത്തിന്റെ മേലുള്ള വാജിവാഹനവും കൊടിമരത്തിന്റെ താഴെയുള്ള അഷ്ടദിക്കും. പക്ഷെ അത് 8 എണ്ണമാണ്. ഇവിടെ ഈ കച്ചവടം നടന്നെന്ന് പറയുന്നത് 4 എണ്ണമാണ്. ഇനി അല്ലാതെ വേറൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു എന്താ പറഞ്ഞ താന്ത്രികമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ ഒരു ഇതായിട്ട് നിൽക്കുമ്പോൾ അവരുടെ കസ്റ്റഡിയിൽ വരാവുന്ന വിഗ്രഹങ്ങൾ അല്ലെ കാലാകാലങ്ങളിൽ അവരിവിടുത്തെ വാജിവാഹനം കൊണ്ടുപോയെന്ന് അവകാശപ്പെടുന്ന പോലെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാജിവാഹനം പോലത്തെ അല്ലെ മറ്റ് സ്ഥലങ്ങളിലെ പുനഃപ്രതിഷ്ഠ നടന്ന പഴയ വിഗ്രഹങ്ങൾ അവരുടെ കസ്റ്റഡിയിലുള്ളത് അത് കാലാകാലങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടായിരിക്കും വിൽപ്പിച്ചിരിക്കുന്നത്. ആ വിൽപ്പനയുടെ ഇടനിലക്കാരനും അതിന്റെ ദല്ലാളും ഈ പറഞ്ഞ എല്ലാവരെയും കോർത്തിറക്കാൻ പറ്റിയത് വാങ്ങിക്കാനുള്ള ആളെയും കോർത്തിറക്കണമല്ലോ. അപ്പം അതിനകത്തൊരു ദള്ളാലായിട്ടായിരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായിരിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു വിഗ്രഹ കച്ചവടമായിരിക്കാം ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാകാൻ ഈ 2 രീതിയിലുള്ള സാധ്യതയാണ് അതിനകത്ത് കാണുന്നത്. നമ്മുടെ ധാരപാലക പാളികളും അതൊന്നും ഈ വിഗ്രഹം എന്ന് പറയുന്ന ഒരു കാറ്റഗറി വരുന്നതല്ല. അത് പക്ഷേ വിശ്വാസക്കൊള്ളയാണ്. അതിന്
അതിന് ഉറപ്പായിട്ടും പൂജ ആവശ്യമുണ്ട്. ഈ വിശ്വാസക്കൊള്ളയ്ക്ക് ചുമ്മാ മേടിച്ചുകൊണ്ട് അലമാരി വെക്കാനോ പൂജാമുറി വെക്കാനോ പറ്റില്ല. അതിന് ഉറപ്പായിട്ടും ശബരിമലയിലെ ഒന്നീ ഈ ഡ്യൂപ്ലിക്കേറ്റ് പോറ്റിയായിട്ടുള്ള ഈ കണ്ഠരര് ഉണ്ണികൃഷ്ണൻ പോറ്റിയോ അല്ലെങ്കിൽ ഒറിജിനൽ പോറ്റിയായിട്ടുള്ള കണ്ഠരര് രാജീവരോ അവർ പോയി വേണം അത് പ്രതിഷ്ഠിക്കാനായിട്ട്. അങ്ങനെയാണ് അതിന്റെ കാര്യങ്ങൾ. ശരി, നമുക്ക് അതിലേക്കൊക്കെ വെളിച്ചം വീശേണ്ടതുണ്ട്. അന്വേഷണം. ശ്രീ വി എസ് ജിതിൻ്റെ ഇപ്പോൾ മുഖ്യമന്ത്രി സോണിയാഗാന്ധിയെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നു. സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്ക് കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ചരടോ അങ്ങനെ എന്തോ ഒരു സാധനം കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഗോവർദ്ധൻ എന്തോ ഒരു ഉപഹാരം കൈമാറുന്നുണ്ട്. വലിയ ഡിഗ്നിറ്ററീസിന്റെ ഒക്കെ അടുത്ത് ചെന്ന് ഫോട്ടോ എടുക്കലും ഉപഹാരം കൊടുക്കലും ഒക്കെ അത്ര പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇതിനെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ടൊക്കെ ബന്ധിപ്പിക്കുക എന്നുള്ളത് വന്യമായിട്ടുള്ള ഒരു ആരോപണമല്ലേ? അത് BJP അതിനെ എടുക്കുന്നുണ്ടോ? അല്ല, അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിലെ വ്യക്തമാകത്തുള്ളൂ. ഇത്രയും ദിവസം ഈ ആരോപണം സോഷ്യൽ മീഡിയയിലും ഒക്കെ ഏറിയപ്പെട്ടിരുന്ന ഒരു ആരോപണമാണ്. പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ അതിനെ എൻഡോസ് ചെയ്യുമ്പോൾ ആ കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് പരിശോധിക്കപ്പെടാതിരിക്കണം? എല്ലാ വഴികളും അന്വേഷിക്കണം. എല്ലാ വഴികളിലും പോയെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് ഇതിനകത്ത് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ അത് ഓൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാര്യവും പരിശോധിക്കപ്പെടണം. പക്ഷേ സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യാൻ മാത്രം കപ്പാസിറ്റി നമ്മുടെ അന്വേഷണ സംഘത്തിന് SITക്ക് ഉണ്ടോ എന്നുള്ളതൊരു ചോദ്യത്തിന് വേണ്ടി നിൽക്കുന്നു. അപ്പോൾ അടൂർ പ്രകാശിനോട് ചോദിക്കാം, ആന്റണിയോട് ചോദിക്കാം, എന്തിനു കൊണ്ടുപോയി, എന്താണ് ഇവർക്ക് തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് ചോദിക്കാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. രണ്ട്, ഈ SITക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കുന്നില്ല അഭിലാഷ്. ഇവിടെ കിടന്ന് കറങ്ങല്ലേ. ഈ എന്താ പറയുക, നമ്മുടെ ഭണ്ഡാരിയുടെയും ഗോവർദ്ധൻ്റെയും പോറ്റിയുടെയും മൊഴികൾ, ആ മൊഴികൾ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആദ്യമുണ്ടായിരുന്ന ആവേശമൊക്കെ നഷ്ടപ്പെട്ടു. കൃത്യമായി പഠിച്ച് മൊഴിയൊക്കെ എങ്ങനെ പറയണം, എന്ത് ചോദ്യത്തിന് എന്ത് തരത്തിൽ മറുപടി പറയണം എന്നൊക്കെ പഠിച്ച് വളരെ വൃത്തിയായിട്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ ആ മൊഴികൾ ബ്രേക്ക് ചെയ്ത് കഴിയാൻ SITക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ അന്വേഷണം മന്ദഗതിയിലേക്ക് ആയി തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ബെഞ്ചാണെങ്കിൽ പോലും ചോദിക്കേണ്ടി വന്നിരിക്കുന്നു, മറ്റൊരു ജഡ്ജി പോലും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ അറസ്റ്റ് എന്തായി, ദേവസ്വം ബോർഡ് മെമ്പർമാർ, അക്കാലത്ത് ദേവസ്വം ബോർഡ് മെമ്പർമാർ ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനകത്തായിട്ടൊക്കെ ഒന്നും കടക്കാൻ പോകുന്നില്ല. ഇവിടെ തന്നെ കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് എവിടേക്കോ തൊടാതെ ചില പൊതിഞ്ഞ ആരോപണങ്ങൾ പറയുന്നു IPS ഉദ്യോഗസ്ഥർക്കെതിരെ. അപ്പോൾ SIT സമ്മർദ്ദത്തിലാണോ എന്ന് നമ്മൾ സംശയിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ സാധിക്കില്ല. അപ്പോൾ ഇതിനകത്ത് CBI പോലുള്ള ഏജൻസികൾ വന്ന് ഈ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാത്ത തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കപ്പാസിറ്റിയുള്ള ഏജൻസികളിലേക്ക് ഇത് പോകണം. എന്തായാലും ED വരാൻ പോകുന്നു, അത് സ്വാഗതാർഹമാണ്. അപ്പോൾ CBIയും കൂടെ വന്നെങ്കിൽ മാത്രമേ ഇത് കൃത്യമായിട്ട് പോകൂ. കാരണം ഇതൊരു സ്വർണ്ണം 450 ഗ്രാമിൻ്റെയോ 500 ഗ്രാമിൻ്റെയോ ഒന്നും സ്വർണ്ണം പോയ വിഷയമല്ല അഭിലാഷ്. ഇതൊക്കെ വലിയ കടത്താണ്. ഇതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നത്, കോടികളുടെ ഇടപാടാണ്. അതുകൊണ്ടാണ് ഈ അവതാരങ്ങൾക്ക് പുറകിൽ ഉന്നതനുണ്ട് എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ആരാണ് ഡിങ്കോൾഫി മണി? ഇപ്പം ആന്റിക്കാണോ എന്ന സംശയമുണ്ട്. കാരണം വെച്ചാൽ 98-ൽ സ്വർണം പൂശിയ സ്വർണ്ണപ്പാളികൾ 2019 ആകുമ്പോഴത്തേക്ക് ആന്റിക്കായി മാറില്ലല്ലോ. ആന്റിക് മാർക്കറ്റിൽ ഇതിന് എന്ത് വാല്യൂ ഉണ്ട്? ഈ ആന്റിക് എന്ന് പറയുന്നതിൽ വല്ല കഥയുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. വിശ്വാസമൂല്യം വെച്ചിട്ട് വലിയ മുതലാളിമാരുടെ അടുക്കൽ അല്ലെങ്കിൽ അവരുടെ വീടുകളിലേക്ക് ഇവ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ പാർട്ടായിട്ടോ കൊണ്ടുപോയിട്ട് നേരത്തെ ശ്രീ പണിക്കർ പറഞ്ഞതുപോലെ അത് അവിടെ ഈ തന്ത്രിയുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഒക്കെ നേതൃത്വത്തിൽ പൂജിച്ച് അങ്ങനെ വിശ്വാസത്തെ കച്ചവടം ചെയ്തതാണോ? നമ്മൾ ക്ലൂലെസ് ആണ് അക്കാര്യത്തിൽ. അല്ല, അതിനകത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആൾക്കാരൊന്നും മോക്ഷത്തിന് വേണ്ടിയിട്ടല്ലല്ലോ അഭിലാഷ് ഈ പരിപാടികളൊക്കെ ചെയ്തത്. ഇതെല്ലാം തട്ടിപ്പുകാരല്ലേ, ഇതെല്ലാം തട്ടിപ്പ് സംഘമല്ലേ. അല്ലെങ്കിൽ നമുക്ക് സാധിക്കുമോ അഭിലാഷ്, ഒരു വിശ്വാസിയായിട്ടുള്ള ഒരാളെ കൊണ്ട് സാധിക്കുമോ? ശബരിമല അല്ല, ഏതെങ്കിലും ഒരു സാധാ ക്ഷേത്രത്തിൻ്റെ ഒരു കല്ലെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ ആർക്കെങ്കിലും സാധിക്കുമോ? അപ്പോൾ ഇതൊക്കെ ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെ കൃത്യമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. അപ്പോൾ ഇതിന് ആൻറ്റിക് വാല്യൂ ഉണ്ടോ, അതോ അങ്ങ് സൂചിപ്പിച്ചതല്ല ഇതിൻ്റെ ഡിവൈൻ വാല്യൂ ആണോ, എന്താണ് വിൽക്കപ്പെട്ടതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ. നോക്കൂ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഗോവർദ്ധനിലേക്ക് തേടി ചെന്ന സമയത്ത് ഗോവർദ്ധൻ സ്വർണവുമായി കാത്തിരിക്കുകയായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ സ്വർണം വെച്ചുകൊണ്ട് ഗോവർദ്ധൻ കാത്തിരിക്കാൻ ആരാണ്? ദൃശ്യത്തിലെ ജോർജ് കുട്ടിയൊന്നും അല്ലല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ കൃത്യമായ പരിശോധന ഉണ്ടാവണം. രാഷ്ട്രീയ സമ്മർദ്ദത്തിനപ്പുറത്ത് ഇതിന്റെ പരിശോധനയിലേക്ക് പോകണം. രണ്ട്, ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി പറഞ്ഞതിനെ ക്ലാരിഫൈ ചെയ്യേണ്ട രാഷ്ട്രീയ ബാധ്യത കോൺഗ്രസിനുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ശരി, തീർച്ചയായിട്ടും അതിന് ഉത്തരം പറയേണ്ടത് കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീ KP നൌഷാദ് അലിയും അതുപോലെ തന്നെ CPM പ്രതിനിധി ശ്രീ PK ഗോപനും. അവർ 7:30 ചർച്ചയ്ക്ക് എത്തേണ്ടതാണ്. അവരെത്തിയിട്ടില്ലെങ്കിൽ ടെലിഫോണിൽ വിളിക്കൂ PCR. ശ്രീ TK രാജഗോപാൽ, ഇവിടെ ഇപ്പോൾ ഇതൊരു രാഷ്ട്രീയ വിവാദമായി എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഈ വിഷയം നിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ ഇത് വലിയ തിരിച്ചടി ആയിട്ടില്ല
അങ്ങനെ തിരിച്ചടി ആയിട്ടുണ്ട് എങ്കിൽ പന്തളം നഗരസഭ കിട്ടില്ല, അതല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തുകൾ, കുളനട അടക്കമുള്ള പഞ്ചായത്തുകൾ കിട്ടില്ല. കൊടുങ്ങല്ലൂർ BJP മോശം പെർഫോമൻസ് നടത്തി, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ബെറ്ററായ പെർഫോമൻസ് ഞങ്ങൾ നടത്തി, അതുകൊണ്ട് BJPയുടെ വോട്ട് ഷെയർ കൂടിയിട്ടില്ല, BJPക്ക് ആനുകൂല്യം കിട്ടിയിട്ടില്ല, ശബരിമല ഈ വിഷയത്തിൽ ബാധകമായിട്ടേ ഇല്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അത് അദ്ദേഹത്തിന്റെ വിശ്വാസം. ഒരു പക്ഷേ അങ്ങനെ ആവുകയും ചെയ്യാം. പക്ഷേ എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വരുന്ന 5 മാസവും ഇത് തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുക. അപ്പോൾ CPM ഇനി പുതിയ ഒരു രീതിയിലായിരിക്കും, അതായത് സോണിയാഗാന്ധി അല്ലെങ്കിൽ ആന്റണി അതല്ലെങ്കിൽ അടൂർ പ്രകാശ്, ഇവരോടൊക്കെ ചോദിച്ചോളൂ പോറ്റി ആര് കയറ്റി എന്നുള്ളത് അവരോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പര്യാപ്തമായ ഒരു മെറ്റീരിയൽ തന്നെയാണോ? അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അഭിപ്രായം തന്നെയാണ് അഭിലാഷ പറഞ്ഞത്. രാഷ്ട്രീയപരമായ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജീവ് എബ്രഹാം പറഞ്ഞിരുന്ന അഭിപ്രായത്തോട് ചേർന്നിട്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. ഞങ്ങൾ പണ്ട് BJP ഭരിച്ചിരുന്ന പന്തളം നഗരസഭ പിടിച്ചെടുത്തില്ലേ, അല്ലെ രാജീവ് എബ്രഹാം പറഞ്ഞോളൂ ഞങ്ങൾ ശബരിമല നിൽക്കുന്ന പെരുന്നാട് പഞ്ചായത്ത് പിടിച്ചെടുത്തില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞു മുഖ്യമന്ത്രി. പിന്നെ അതിൽ നിന്ന് വിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭ അത്തരം കാര്യങ്ങൾ പാലക്കാടും ഒക്കെയാണ് സൂചിപ്പിച്ചത്. അത് ഒരു രാഷ്ട്രീയ അഭിപ്രായമായിട്ട് മാത്രം നമ്മളതിനെ കണ്ടാൽ മതി. ശബരിമല വിഷയം എന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന വിഷയമാണോ? എന്താണ് അങ്ങനെ കരുതുന്നത്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളമല്ല, ഇന്ത്യയല്ല, ലോകം മുഴുവൻ, ലോകത്തുള്ള എല്ലാ അയ്യപ്പ വിശ്വാസികളെയും ബാധിക്കുന്ന കാര്യമാണ്. അതിൻ്റെ തെളിവല്ലേ നമ്മൾ 2019 കണ്ടത്. 2019 കണ്ടില്ലേ? അവിടെ യുവതികളെ, അവിടുത്തെ വിശ്വാസം, അവിടുത്തെ ആചാരങ്ങളെ ലംഘിക്കുന്നതിനായിട്ട് മനഃപൂർവ്വം സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ കോടതി അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ. യുവതികളെ അടിയന്തരമായിട്ട് കൊണ്ടുപോകണമെന്നൊന്നും അന്ന് കോടതി പറഞ്ഞിരുന്നില്ല. അതിൻ്റെ മറവിൽ യുവതികളെ കയറ്റാൻ പോയി ആചാരത്തെ ലംഘിച്ചു. ആചാരത്തെ ലംഘിച്ചതിൻ്റെ ഫലം എന്താണ് CPM അനുഭവിക്കേണ്ടി വന്നത്? 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക് പോയില്ലേ? ഒരാളാണ് ജയിച്ചത് അല്ലേ, 20 പാർലമെൻറ്റ് അംഗങ്ങൾ ഉള്ളതിൽ. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയം എപ്പോഴും ബാധിക്കും, എപ്പോഴും CPMനെ ബാധിക്കുന്നതാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ കണക്കിൽ തന്നെ നോക്കുക, അവർക്ക് ഏതാണ്ട് 5% വോട്ടിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 5% വോട്ടുണ്ട്. നിയമസഭാ സീറ്റുകളിൽ 58 സീറ്റിന് അതേ ഉള്ളൂ. UDFനാണെങ്കിൽ അത് മേൽക്കൈയുണ്ട്. അവിടെ 80ഓളം സീറ്റുകളുടെ വർധന അവർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് അത്തരം അഭിപ്രായങ്ങളെ നമ്മൾ അങ്ങനെ കണ്ടാൽ മതി, അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമായിട്ട് കണ്ടാൽ മതി. അതേപോലെ തന്നെ ശബരിമല വിഷയത്തിൽ ശബരിമല സംഭവങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ശബരിമല യുവതി പ്രവേശന സമയത്ത്, ആ പ്രക്ഷോഭ സമയത്ത് സുരേന്ദ്രനാണല്ലോ അവിടെ പത്തനംതിട്ട മത്സരിച്ചത്. സുരേന്ദ്രൻ്റെ എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ജനസമ്മതി? പത്തനംതിട്ട ജില്ലയിൽ ഒരു BJP സ്ഥാനാർത്ഥി പിടിക്കാവുന്നതിൻ്റെ മാക്സിമം വോട്ട്, അതിൻ്റെ 2.5 ലക്ഷം വോട്ടാണ് സുരേന്ദ്രൻ അവിടെ പിടിച്ചത്. വലിയൊരു അടിത്തറയുണ്ടാക്കി. ആ ജില്ലയിൽ BJP വലിയ സ്വാധീനം ഉണ്ടാക്കിയതാണ്. അതിലും മുമ്പത്തെ ചരിത്രമുണ്ട്. ചരിത്രം എന്ന് പറഞ്ഞാൽ നിലയ്ക്കൽ സമരമൊക്കെ അഭിലാഷിന് ഓർമ്മയുണ്ടാകും. നിലയ്ക്കൽ സമരം, അവിടെ ഒരു കുരിശ് കണ്ട് എന്ന് പറയുന്ന ഒരു സമരം ഉണ്ടായത്. ആ സമയത്തൊക്കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്. ആ സമയത്ത് ഇതിനെക്കാട്ട് വലിയ പ്രക്ഷോഭമാണ് നടന്നത്. സ്വാമിമാരെ ശബരിമല സന്നിധാനത്തിട്ട് ലാത്തിച്ചാർജ് ചെയ്ത വലിയ പ്രക്ഷോഭം ഉണ്ടായി. അത് ആ സമരം നയിച്ചത് കുമ്മനം രാജശേഖരനാണ്. ആ സമരം നയിച്ചതല്ല ഒത്തുതീർപ്പായ ശേഷം അദ്ദേഹം തിരുവനന്തപുരം ഈസ്റ്റ്, ഇപ്പോഴതിൻ്റെ മണ്ഡലത്തിൻ്റെ പേര് മാറി, തിരുവനന്തപുരം ഈസ്റ്റിലാണ് അദ്ദേഹം അവിടെ മത്സരിക്കുന്നത്. ആ മത്സരിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്തുണ്ട്. ഞാൻ കണ്ടതാണ് കുമ്മനത്തിലെ വിളക്ക് വെച്ചിട്ട്, അതായത് കത്തിച്ച് അയ്യപ്പൻ്റെ ചിത്രത്തിനോടൊപ്പം നിലവിളക്കും കത്തിച്ച് വെച്ചിട്ടാണ് അവിടുത്തെ വോട്ടർമാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. എന്തോ ഒരു വലിയ ആരാധനയോടാണ് കണ്ടതെന്നറിയോ. അങ്ങനെയാണ് കുമ്മനം 2ാം സ്ഥാനത്താണ്. ആ തെരഞ്ഞെടുപ്പിലാണ് കുമ്മനം BJPയോടെ വോട്ട് ശതമാനം അവിടെ വർദ്ധിപ്പിക്കുന്നത്. പിന്നീട് കേരളവർമ്മയൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ശബരിമല വിഷയം എക്കാലത്തും ബാധിക്കുന്നതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ കക്ഷിയെ UDFനെ സംബന്ധിച്ചിടത്താണെങ്കിലും അങ്ങനെ തന്നെയാണ്. ശബരിമല വിഷയങ്ങളിൽ UDF ഒക്കെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ അവർ നിഷ്പക്ഷമായ നിലപാടേ എടുക്കാറുള്ളൂ. യുവതി പ്രവേശന സമയത്തുണ്ടായ സമയത്തും അവരങ്ങനെ ഒരു നിലപാടായിരുന്നു. അവിടെ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്നൊരു നിലപാടെടുത്തിട്ട് അവരങ്ങ് മാറുകയുള്ളൂ. അതിൻ്റെ അപകടം അവർക്കറിയാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ അഭിപ്രായത്തെ ഒരു രാഷ്ട്രീയ അഭിപ്രായമായിട്ട് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി എന്നാണ് എനിക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തോന്നുന്നത്. ശരി, ശ്രീ KP നൗഷാദ് അലി, മുഖ്യമന്ത്രി ഇന്ന് മുന കോൺഗ്രസിന് നേരെ തിരിച്ചു വെച്ചിരിക്കുകയാണ്. സോണിയാഗാന്ധിയെ കാണാൻ കരുണാകരൻ 2003 പോയിട്ട് കഴിഞ്ഞില്ല. കേരള ഹൗസിൽ കാത്തിരുന്നിട്ട് തിരിച്ചു വരേണ്ടി വന്നു. ഹിമന്ത ബിശ്വ ശർമ്മ, ഇപ്പോൾ അസാമിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിലുണ്ടായിരുന്ന സമയത്ത് കാണാൻ പോയി. സോണിയാഗാന്ധിയുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. പിന്നെ അരുണാചൽ പ്രദേശിന്റെയോ മണിപ്പൂരിന്റെയോ ഒക്കെ പ്രധാനപ്പെട്ട നേതാക്കൾ പോയി. സോണിയാഗാന്ധിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയില്ല. അങ്ങനെ അപ്പോയിന്റ്മെന്റ് കിട്ടാൻ പാടുള്ള സോണിയാഗാന്ധിയെ ആ വസതിയിൽ പോയിട്ട് എങ്ങനെയാണ് ഈ സ്വർണ്ണ കള്ളക്കടത്തുകാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും പോയി സന്ദർശിക്കുന്നത്? 2 പാർലമെന്റ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയുടെ കയ്യിൽ രാഖി കെട്ടിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്തോ ചരട് കെട്ടിക്കൊടുക്കുന്നു. സോണിയാഗാന്ധിക്ക് ഗോവർദ്ധൻ ഉപഹാരം നൽകുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ചോദിക്കുകയാണ്. ഞാൻ ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു
CPM-ൻ്റെയൊക്കെ ഒരു മൈതാന പ്രാസംഗികൻ്റെ ആശയ നിലവാരത്തിലേക്ക് താഴ്ന്നതിൽ എൻ്റെ വലിയ കുണ്ഠിതം രേഖപ്പെടുത്തുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പദവിയിലാണ് ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തിന് രാഷ്ട്രീയ ബോധമില്ല എന്നുള്ളത് കൊണ്ട് അത് വിടുകയാണ്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിലും ത്രിപുരയിലടക്കം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേരളത്തിലെ പോളിംഗ് പൂർത്തിയായപ്പോൾ ഇവിടുത്തെ വ്യവസായികളെയും കൂട്ടി ലോകം ചുറ്റാൻ സുഖവാസത്തിന് പോയ മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ അത്ഭുതമില്ല. എന്നാലും മുഖ്യമന്ത്രി ആയിപ്പോയല്ലോ എന്നതിലൊരു ഖേദമുണ്ട്. ഞാൻ ഒരു കാര്യം അതിനകത്ത് സൂചിപ്പിക്കുന്നത്, ഒരുപക്ഷെ ഈ പോറ്റി അദ്ദേഹത്തിൻ്റെ ഇതം പ്രഥമമായ ജീവിതത്തിൽ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ടാകാം. പിണറായി വിജയനോടൊപ്പം പോറ്റി നിൽക്കുന്ന ചിത്രം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട്. ഞാനത് കാണിക്കുന്നതിൽ അർത്ഥമില്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഒരു ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങ്, അത് മറ്റുള്ള ആളുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പൊതു ചടങ്ങാണല്ലോ. നിങ്ങളൊക്കെ കാണുന്നത് ഈ ഇവിടെ ഒരു ആംബുലൻസിന്റെ സമർപ്പണ ചടങ്ങിൽ വെച്ചിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു, കുറെ പേരുണ്ടായിരുന്നു. അതുപോലെയല്ല സോണിയാഗാന്ധിയുടെ വീട്ടിൽ ചെന്ന് കാണാൻ ബുദ്ധിമുട്ടുള്ള Z+ കാറ്റഗറി സുരക്ഷയുള്ള ഒരാളെ വീട്ടിൽ ചെന്ന് കാണുന്നത് അങ്ങനെയല്ലെന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ പോയിന്റ്. അല്ല, നമുക്ക് ഒരു കാര്യം ചെയ്യാം അഭിലാഷേ. ഈ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ ഉന്നയിച്ച ഈ ആർഗ്യുമെന്റ് അദ്ദേഹം ഒരു പരാതിയായിട്ട് SITക്ക് എഴുതി കൊടുക്കട്ടെ, എന്നിട്ട് അതും കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കട്ടെ. ഈ പോറ്റി ആരെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഏതൊക്കെ പടം പുറത്തു വന്നിട്ടുണ്ട്, അതൊക്കെ വേണമെങ്കിൽ അന്വേഷണത്തിന്റെ ഭാഗമാക്കിയിട്ട് അതും SIT അന്വേഷിക്കട്ടെ. നമുക്ക് അതും ഇൻകോർപ്പറേറ്റ് ചെയ്യാം പുതിയ പിന്നെ ഈ സബ് കംപ്ലൈൻറ്റിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിലൊരു അന്വേഷണം നടക്കട്ടെ. ഇതൊക്കെ ഇത്തരം ബാലിശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒട്ടകപക്ഷിയെ പോലെ പിന്നെ പൂഴിയിൽ പൂഴ്ത്തി വെച്ചാൽ ആരും കാണില്ല എന്നൊക്കെ മുഖ്യമന്ത്രി വിചാരിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തോട് സഹതാപം നേരാനല്ലാതെ എന്തിനു കഴിയും? ഇവിടെ നിങ്ങൾ നോക്ക്, ഈ പറഞ്ഞ തട്ടിപ്പുമായി ബന്ധപ്പെട്ട്, ഈ കൊടും കൊള്ളയുമായി, കഠോര പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നിരന്തരമായി നടത്തുന്ന പ്രസ്താവങ്ങൾ മാത്രം മതിയല്ലോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയും ഈ സർക്കാരും ഒക്കെ ഭസ്മമായി പോകാൻ. അവരുടെ ഭരണകാലത്തല്ലേ ഈ നഗ്നമായ ഓരോ കാര്യങ്ങളും. കാരണം ഇതൊരു സാധാരണ തട്ടിപ്പല്ല അഭിലാഷ, ഇതൊരു സർക്കാർ നിയമമുണ്ടാക്കി ഓർഡിനൻസ് ഇറക്കി പുതിയ ഉത്തരവുകൾ ഇറക്കി നടത്തിയ ഒരു തട്ടിപ്പാണ്. കാരണം ഇവിടെ അമ്പലത്തിൻ്റെ പരിസരത്ത് വെച്ച് മാത്രമേ സ്വർണത്തിൻ്റെ അറ്റകുറ്റപ്പണി നടത്താൻ പാടുള്ളൂ. ഈ പറഞ്ഞ സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുമ്പോൾ വിജിലൻസിൻ്റെ സാന്നിധ്യം വേണം. അതുപോലെ തന്നെ 15 മണിക്കൂർ കൊണ്ട് ഈ ശബരിമലയിൽ നിന്ന് ചെന്നൈയിലേക്ക് റോഡ് മാർഗം യാത്ര ചെയ്തെത്താം. 1 മാസവും 9 ദിവസവും എടുക്കുകയാണ്. സ്വർണ്ണപ്പാളിയെ ചെമ്പ് പാളി എന്ന് രേഖപ്പെടുത്തി മാസ്റ്റർ എഴുതി ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ്. ഇതൊക്കെ സർക്കാർ നേതൃത്വത്തിൽ, ദേവസ്വം നേതൃത്വത്തിൽ നടന്നൊരു കൊള്ളയാണ്. സർക്കാരിന്റെ നേതൃത്വത്തിലോ അറിവിലോ നടന്ന കൊള്ള എന്നുള്ളതാണ് കോൺഗ്രസിന്റെ. ശരി, പെട്ടെന്ന് ഒറ്റ കാര്യം അഭിലാഷേ, ഒരു കാര്യം കൂടി ഒറ്റ കാര്യം സൂചിപ്പിക്കട്ടെ അഭിലാഷേ. ഇതൊരു 50 കൊല്ലം കഴിഞ്ഞാൽ ഇതൊരു ഹോളിവുഡ് ക്രൈം ത്രില്ലറിനോ അല്ലെങ്കിൽ ബോളിവുഡിലെ വലിയ ഒരു റോബറി റിലേറ്റഡ് സ്റ്റോറി ഉള്ള സിനിമക്കൊക്കെയുള്ള തിരക്കഥയാണിത്. കാരണം ഒരു സർക്കാരാണ് അന്താരാഷ്ട്ര വിഗ്രഹ ആന്റിക് മാഫിയക്ക് വേണ്ടി ഇവിടെ ആസൂത്രിതമായിട്ട് കൊള്ള സംഘത്തിന് വഴിയൊരുക്കി അതിൽ പങ്കാളിയായത്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു സർക്കാർ ഉണ്ടാകുമ്പോൾ ഇതുപോലെ അപഹാസ്യമായ ഒരു പ്രവൃത്തി വേറെയുണ്ടോ? ഒരു മഹാക്ഷേത്രത്തെയാണ് ഈ കൊള്ളയടിക്കുന്നത്. ഇത് ഹിന്ദു വിശ്വാസികളുടെ മാത്രം കാര്യമല്ല, ഓരോ മലയാളിയുടെയും വികാരമാണിത്. എന്നിട്ട് പോറ്റി അവിടെ പോയി ഫോട്ടോ എടുത്തു, സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഇനി ഇന്ദിരാഗാന്ധിയുടെ കൂടെ വല്ല ഫോട്ടോ ഉണ്ടെങ്കിൽ നാളെ അതും പുറത്തു വിട്ട് രാജീവ് ഗാന്ധിയുടെ കൂടെ വല്ല ഫോട്ടോ ഉണ്ടോ എനിക്കറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് പ്രതിരോധം തീർക്കുന്ന മുഖ്യമന്ത്രിയെ ചുരുട്ടി മടക്കി ചവറുകൂനയിൽ കേരളം എറിയും, ഒരു തർക്കവും വേണ്ട. ശരി, പറയൂ ശ്രീ PK ഗോപൻ മറുപടി. 2019 ശബരിമലയിൽ ഈ മോഷണങ്ങൾ നടന്നത്. അന്ന് സോണിയാഗാന്ധി കേവലം ഒരു MP മാത്രമാണ്. സോണിയാഗാന്ധി കേരളത്തിലെ ദേവസ്വം ഭരിക്കുകയല്ല, സോണിയാഗാന്ധിയുടെ പ്രതിനിധികളല്ല ദേവസ്വത്തിലെ ഭരണാധികാരികൾ, ഉദ്യോഗസ്ഥർ. പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയി അവിടെ ഫോട്ടോ എടുത്തതുകൊണ്ട് സോണിയാഗാന്ധിക്ക് എന്താവാനാണ്? സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഉണ്ട് എന്ന് വെച്ചിട്ട് ഈ മോഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പങ്കോ ആരോപണമോ അവിടേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നതിൽ വല്ല കഥയുണ്ടോ? ശ്രീ അഭിലാഷേ, ഒരു ഷോക്കേസിനകത്തൊരു കത്തി ഇരുന്നാൽ ആ കത്തി ഒരു കുറ്റവാളിയല്ല. നേരെ മറിച്ച് ആ കത്തി ഒരു തൊണ്ടി മുതലായിട്ട് കണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കത്തി ഒരു പ്രധാനപ്പെട്ട, ആ സംഭവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരവാദിയാണ് കത്തി. അതുപോലെയാണ് ഇവിടെ ചിത്രങ്ങളെക്കുറിച്ച് പറയുന്നത്. കേവലമായ ഒരു ചിത്രം ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സെൽഫി എടുക്കുന്നു, തടസ്സമുള്ള കാര്യമല്ല. ശ്രീ അഭിലാഷ് മോഹനെ കാണാൻ ഞാൻ വരുന്നു, ഏതെങ്കിലും കാര്യം പറയാൻ വേണ്ടി ഞാൻ വരുന്നു.
ഞാൻ നാളെ ഒരു പെശക് കാണിച്ചാലും ശ്രീ അഭിലാഷ് മോഹൻ ഉത്തരവാദിയല്ല. നേരെ മറിച്ച് ഇവിടെ ഒരു കൊടും കുറ്റവാളി അദ്ദേഹം സാധാരണഗതിയിൽ ചെന്നെത്തപ്പെടാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് ചെന്നെത്തുക, അങ്ങനെ ചെന്നെത്തുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ അകമ്പടി ഉണ്ടാകുക, ടൈറ്റ് സെക്യൂരിറ്റി ഉള്ളൊരു സ്ഥലത്ത് കയറുക, ഒരിക്കലും സോണിയാഗാന്ധിയെ സ്പർശിക്കാൻ സാധാരണഗതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് പോലും അവകാശമില്ല. അവരുടെ കയ്യിൽ സ്പർശിക്കാനോ ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേക്കാം. അവരുടെ കൈ പിടിച്ച് ഒരു ചരട് കെട്ടുക അല്ലെങ്കിൽ എന്തോ കെട്ടുക, കെട്ടുന്നതിൻ്റെ വ്യക്തത നമുക്കില്ല. പക്ഷേ അത് മനസ്സിലാവുന്നത് അവർ രോഗിയായിട്ടിരിക്കുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജിച്ച, അതിൻ്റെ സാങ്കേതികത്വം പറയാൻ എനിക്കറിയില്ല, പൂജിച്ച കാപ്പ് കെട്ടെന്നോ അല്ലെങ്കിൽ രാഖി കെട്ടോ അങ്ങനെയുള്ള എന്തോ അല്ലെങ്കിൽ ചരട് കെട്ടെന്നൊക്കെ നാട്ടും പുറത്ത് പറയും. അങ്ങനെയുള്ള ഒരു സൗഭാഗ്യം കിട്ടാൻ വേണ്ടിയുള്ള ഒരു നേർച്ചയുടെ ഭാഗമായിട്ടാണ്. എന്നിട്ട് ഇത് കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള സോണിയാഗാന്ധിയുടെ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ ആഗ്രഹിക്കുന്ന കേരളത്തിലെ 2 പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരാണ്. അവർ പാർലമെന്റ് അംഗങ്ങളാണ്, ഉത്തരവാദിത്വപ്പെട്ട നേതൃത്വത്തിൽപ്പെട്ടവരാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ടായത് ഇപ്പോൾ ഈ 2019 അത് ശരിയാണ്, അതിന് മുമ്പാണ്. അപ്പോൾ അത്രയും ബന്ധം അദ്ദേഹത്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടില്ല. അതായത് CPM-ഉമായിട്ടോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരുമായിട്ടോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും ബന്ധമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ ഒരു പബ്ലിക് ഫംഗ്ഷൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തോടുള്ള ചിത്രം വരുന്നത്. മറ്റൊരു സംഭാവന കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആംബുലൻസ് കൈമാറ്റവുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ CM-ൻ്റെ കൂടെയുള്ള ചിത്രം വരുന്നത്. പക്ഷേ സോണിയാഗാന്ധിയുടെ ചിത്രം അങ്ങനെ വഴിവെച്ചെടുത്ത ചിത്രമല്ല. അപ്പോൾ അത്രയും വലിയ ബന്ധം കോൺഗ്രസുമായിട്ടുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ്. ഇതാണ് കഥയുടെ ഒന്നാമത്തെ ഭാഗം. ഇനി കഥയുടെ രണ്ടാമത്തെ ഭാഗം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അയ്യപ്പ സംഗമത്തിന് മുമ്പായിട്ട് തൻ്റെ ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നത്. ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്നാണ്, സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് അത് കണ്ടെടുക്കുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടതുപക്ഷവുമായിട്ട് ബന്ധമുള്ള ആളായിട്ട് ചിത്രീകരിക്കാനാണ് ഇവിടെ കോൺഗ്രസിൻ്റെയും BJP-യുടെ നേതൃത്വം പരിശ്രമിച്ചത്. അതിന് മറുപടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്, ഇത് ഇടതുപക്ഷമായിട്ടല്ല, അയാൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ ബന്ധം ഉണ്ടെങ്കിൽ ഉള്ളത് ഇടതുപക്ഷമായിട്ടല്ല, മറിച്ച് കോൺഗ്രസ് നേതൃത്വമാണ്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗത ആണ് സാക്ഷാൽ സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വലതുപക്ഷം വിശ്വാസത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയാണ്. നേരത്തെ നിലയ്ക്കൽ സംഭവം ഇവിടെ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു, ഞാൻ അന്നേരം ചർച്ചയിലില്ല. നിലയ്ക്കൽ സംഭവത്തിൽ BJP കേരളത്തിൽ വേരുപിടിക്കാൻ ശ്രമിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം നിലയ്ക്കൽ സംഭവമാണ്. ബാബറി മസ്ജിദ് ദേശീയ തലത്തിൽ BJP വേരുപിടിക്കാൻ ഉപയോഗപ്പെടുത്തിയതുപോലെ കേരളത്തിൽ അവർ ഉപയോഗപ്പെടുത്തുന്ന നിലയ്ക്കൽ സംഭവമാണ്. ആ നിലയ്ക്കൽ സംഭവത്തിലാണ് ഇന്നിപ്പോൾ ശബരിമലയിൽ ചെന്ന് അയ്യപ്പ സംഗമം നടത്തിയ, 2ാം അയ്യപ്പ സംഗമം എന്ന പേരിൽ BJP നടത്തിയ അല്ലെങ്കിൽ RSS നടത്തിയ ആ അയ്യപ്പ സംഗമത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് പ്രസംഗിപ്പിച്ച ചെങ്കോട്ടുകോണം സ്വാമി പരമ്പരയിൽപ്പെട്ട ആൾ തന്നെയാണ് അന്ന് നിലയ്ക്കൽ വന്ന് അയ്യപ്പൻ്റെ പൂങ്കാവനമാണ്, അന്ന് മുസ്ലിമോ ആയിട്ടല്ല, മറ്റ് സമുദായമായിട്ടല്ല, ക്രിസ്ത്യൻ സമുദായമായിട്ടുള്ള സമരമാണ്. നിലയ്ക്കൽ കുരിശ് കണ്ടു, ഈ കുരിശ് ഇവിടെ വെക്കാൻ പാടില്ല, ഇത് അയ്യപ്പൻ്റെ പൂങ്കാവനമാണ് എന്ന് പറഞ്ഞു. അതേ പരമ്പരയിൽപ്പെട്ട ആൾ അദ്ദേഹം തന്നെയാണോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. ഇപ്പോൾ വന്നിട്ടാണ് നടത്തിയിട്ടുള്ള പ്രസംഗത്തിൽ പറഞ്ഞത് വാവരുമായിട്ട് അയ്യപ്പ സ്വാമി ക്ഷേത്രത്തിന് ബന്ധമൊന്നുമില്ല, ഇത് മതനിരപേക്ഷ ഒരു കേന്ദ്രമല്ല, ഇത് യഥാർത്ഥത്തിൽ ഹിന്ദു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരാധനാലയമാണ് എന്ന് പറഞ്ഞ് വർഗീയത ഉപയോഗപ്പെടുത്താൻ പരിശ്രമിച്ചതും അങ്ങനെ വിശ്വാസത്തെ കച്ചവടവൽക്കരിക്കുക എന്നുള്ള വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ ശബരിമലയിലെ കൊള്ള. ശരി, വിശദാംശങ്ങളിലേക്ക് വരാം. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ആരൊക്കെയാണ് അമ്പ് കൊള്ളാത്തവരായി? ആരുമില്ലേ? നോക്കാം ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വേണം. ശ്രീ മഹേഷ് പണിക്കർ, രാഷ്ട്രീയം അതിന്റെ വഴിക്ക് നടക്കും, അന്വേഷണവും നടക്കണമല്ലോ. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അറസ്റ്റിലാണ്. പക്ഷേ ഇവർ രണ്ടുപേരും നേരത്തെ പറഞ്ഞതിനപ്പുറത്തൊരു വരി പറയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം നേരിടുന്ന പ്രതിസന്ധി. എന്ന് മാത്രമല്ല, ഈ ഗോവർദ്ധൻ നേരത്തെ ഞാൻ വാങ്ങിയത് എന്ന് പറഞ്ഞ് സമർപ്പിച്ച, പോലീസിന് കൊടുത്തിട്ടുള്ള സ്വർണം യഥാർത്ഥത്തിലുള്ള അല്ല എന്നും ഇപ്പോൾ വിവരങ്ങൾ വരുന്നുണ്ട്. വേറെ ഒരു ഡി മണിയുടെ പേര് കേൾക്കുന്നു, അത് കൺഫേം ചെയ്തിട്ടില്ല. ഈ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനി 5-6 മാസം നടന്നാലും അന്വേഷണ സംഘത്തിന് ഇതിലേക്ക് എത്താൻ പറ്റില്ല എന്ന് നമ്മൾ പേടിക്കണോ?
ഇല്ല, അതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടി രൂപയായി ഗോവർദ്ധൻ കൊടുത്തെന്ന് പറയുന്നത്. അന്നത്തെ 1 കിലോയോളം സ്വർണ്ണത്തിന്റെ വില 27 ലക്ഷം രൂപയുള്ളൂ. അന്നത്തെ സ്വർണ്ണ 2019 സ്വർണ്ണത്തിന്റെ വില എന്ന് പറഞ്ഞാൽ 27 ലക്ഷം രൂപയുള്ള 1 കിലോയ്ക്ക്. ഇപ്പോൾ 1 കിലോ കച്ചവടം ഉണ്ടെങ്കിൽ ഇയാൾ പിന്നെ ഈ അധികം പൈസ എന്തിനാ കൊടുത്തേ? അപ്പം ഇത് സ്വർണ്ണമായിട്ട് വേർതിരിച്ചു കഴിഞ്ഞാൽ ഇത് വെറും സ്വർണ്ണമാണ്. അതിന് ഒരു വില ശബരിമലയിലെ സ്വർണ്ണമെന്നോ അല്ലെ മറ്റേ സ്വർണ്ണമെന്നോ പറയാൻ പറ്റില്ല. ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ ഇത് ആ പാളിയോടെ തന്നെ വേണം. അല്ലാണ്ട് ഇതിൽ നിന്ന് പാളിയിൽ നിന്ന് ഇത് വേർപടിച്ച് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ എത്ര കിലോ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനാ ജസ്റ്റ് എത്ര ഗ്രാമാണോ അന്നത്തെ വില, ആ വിലയേ ഉള്ളൂ. സ്വർണത്തിന്റെ വില വരണമെങ്കിൽ ഇത് ആ പാളിയോടെ തന്നെ വേണം. അപ്പം ഡെഫിനറ്റ് ആണ് ഇയാൾ ഇത് പാളിയായിട്ട് തന്നെയാണ് വിറ്റിരിക്കുന്നത്. അതിനകത്ത് വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല. 1.5 കോടി കൊടുത്തെന്ന് അയാൾ തന്നെ പറയുന്നു. അപ്പം അതിനകത്ത് മറ്റ് സംശയങ്ങളൊന്നുമില്ല. അപ്പം ഇത് കണ്ടെത്തുക എന്നുള്ളത് അതിപ്പോൾ എന്തായാലും കസ്റ്റഡിയിലാണല്ലോ. അതെന്തായാലും ഇതിനകത്ത് ലീഡ് വെച്ചിട്ടൊക്കെ ബാക്കിയുള്ളവരുടെ മൊഴിയും കാര്യങ്ങളും ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്നിരിക്കുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ആ ഒരു വഴിയിലുള്ള അങ്ങനത്തെ വിഗ്രഹക്കടത്തുമായിട്ടുള്ള ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാക്കി ഇടപാടുകൾ എന്തിനാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോൺ ട്രേസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റുമല്ലോ എന്തുമാത്രം കച്ചവടം എങ്ങോട്ടുണ്ടോ ഇങ്ങോട്ടുണ്ടെന്നുള്ളത്. അല്ലെങ്കിൽ ഗോവർദ്ധന്റെ അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയുടെ. അപ്പോൾ SIT ഇതൊന്നും അറിയാത്തവരല്ല. അവരതിന്റെയൊക്കെ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ റൂട്ട്. ശ്രീ മഹേഷ് പണിക്കർ, ഇപ്പോൾ വാജിവാഹനം കൊടിമരം മാറ്റിയ സമയത്ത് തന്ത്രി എടുത്തു. അത് അദ്ദേഹത്തിന്റെ അവകാശം എന്നുള്ള നിലയിലാണ്. അത് തിരിച്ചു തന്നേക്കാന്നാണ് പിന്നീട് പറഞ്ഞത്. അവകാശം ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ. വാജിവാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വാല്യൂ, അതായത് ഞാൻ പറയുന്നത് അത് കച്ചവട സാധ്യത ഉള്ളതാണോ? തീർച്ചയായിട്ടും ആ വാജിവാഹനം എടുക്കേണ്ട കാര്യമില്ലെന്ന്. 2012 രാജഗോപാൽ സാറ് പ്രസിഡന്റായിട്ടിരിക്കുന്ന സമയത്ത് തന്ത്രി കുടുംബവും ഈ പറഞ്ഞ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ഒരു കരാറുണ്ടാക്കി. കാര്യം അന്നത്തെ സമയത്ത് അവർക്ക് ഒരു ദിവസത്തെ വേതനം 400 രൂപയായിരുന്നു ഒരാൾക്ക്. അങ്ങനത്തെ 10-20 അവരുടെ ടീമുണ്ട്. അപ്പം അതും ഇത്ര കണ്ട 7-8 മുണ്ട് കണ്ട വസ്ത്രം അതുകൊണ്ട് ചേർത്തിട്ടാണ് അവരുടെ ആ ഒരു വേതനം. അപ്പം അത് 400 രൂപ പോരാന്ന് പറഞ്ഞിട്ട് അന്ന് രാജഗോപാൽ സാർ ഇരിക്കുന്ന സമയത്ത് ഇവർ കുറേ നീണ്ട ലിസ്റ്റ് വെച്ച് ഞങ്ങളുടെ ശമ്പളം കൂട്ടണം, ഞങ്ങളുടെ മറ്റേ അവകാശങ്ങൾ അലവൻസുകളെല്ലാം കൂട്ടണമെന്നൊക്കെ പറഞ്ഞപ്പം അന്നൊരു കരാറുണ്ടാക്കി. ശമ്പളം 1500 ആക്കി. പ്ലസ് ഈ മുണ്ടെന്ന് പറഞ്ഞാൽ 1-2 ഉള്ളത് കുറെ നമ്പേഴ്സ് കൂട്ടി. അപ്പം അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇവർ ആവശ്യപ്പെട്ടാണ് പഴയ വിഗ്രഹങ്ങൾ മാറ്റുവാണെങ്കിൽ അത് ഞങ്ങൾക്ക് വേണം. പഴയ എന്താ പറഞ്ഞ മോതിരമുണ്ട്, മറ്റേ ഈ പവിത്രക്കെട്ട് മോതിരം നമ്മൾ ദർഭപ്പുല്ലിൽ ഉണ്ടാക്കുന്നത്, അത് സ്വർണ്ണത്തിലായിട്ടുണ്ട് സാധാരണ ചടങ്ങുകൾക്കൊക്കെ. അപ്പം ആ സ്വർണ്ണത്തിലുള്ള മോതിരം ഞങ്ങൾക്ക് വേണം, അല്ലെ പായസം ഉണ്ടാക്കുന്ന ഉരുളി ഞങ്ങൾക്ക് വേണം. അപ്പം അങ്ങനത്തെ കുറെ അവകാശങ്ങൾ പറഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് ഇതെല്ലാം നിരാകരിച്ച് ഇതൊന്നും നടക്കത്തില്ല, ഈ പറഞ്ഞ ശമ്പളവും ഈ പറഞ്ഞ സാധനവും കിട്ടും, അങ്ങനെ പറഞ്ഞ് പരസ്പരം സമ്മതിച്ച ഒരു കരാർ ഉണ്ടാക്കി. ആ കരാർ ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സിലുണ്ട്, രേഖയിലുണ്ട്. ഈ ഒരു ചർച്ചയിലും ഞാൻ രാജഗോപാൽ സാർ അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പം അത്ര ഉറപ്പായിട്ടുള്ള ഒരു സംഭവം ഉള്ളപ്പം ഈ 2017 പ്രയാർ ഗോപാലകൃഷ്ണനെ പോലുള്ളൊരു മഹത് വ്യക്തിയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ആൾ ഇതെടുത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തെന്ന് തന്ത്രി അതും കുറുപ്പെന്ന് പറഞ്ഞ ഒരു അഡ്വക്കേറ്റ് കമ്മീഷൻ ആളൂടെ കൊടുത്തെന്നാണ് തന്ത്രി അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റിലുള്ളത്. അപ്പം ഇതെടുത്ത് കൊടുക്കുവാണെങ്കിൽ തന്ത്രിക്ക് അറിയത്തില്ല ഞങ്ങളൊരു കരാർ വെച്ചിട്ടുണ്ട്, ഇതൊന്നും എന്റെ അവകാശമല്ല. അപ്പം അതിനകത്തൊരു വലിയ ദുരൂഹതയുണ്ട്. ഇത് ആക്ച്വലി തന്ത്രി മേടിച്ചിട്ടില്ല, ഇത് ആ കച്ചവടക്കാരെ ഏൽപ്പിച്ചതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് വിൽക്കാൻ പറ്റിയത് ചിലപ്പോൾ 2020-ലോ 2021-ലോ അല്ലെ രണ്ടാമത്തെ കച്ചവടമോ 3 ഇത് തന്നെ ഇവർ വിൽക്കുമല്ലോ. ഇപ്പൊ 50 കോടിക്ക് കൊടുത്തു, വേറൊരാൾ 500 കോടി പറഞ്ഞാൽ അത് മേടിച്ചിട്ട് പിന്നെ 500 കോടിക്ക് അവിടെ കൊടുത്തു. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇവരുടെ കച്ചവടത്തിന്റെ രീതിയിലൊക്കെയാണ് ഈ സാധനം പോയിരിക്കുന്നത്. അപ്പം അത് ആ ഒരു വാജിവാഹനവുമായിട്ട് ബന്ധപ്പെട്ടും അഷ്ടദിക്പാലകരുമായിട്ട് ബന്ധപ്പെട്ടാണ് വിഗ്രഹ കള്ളക്കടത്ത്. അതുപോലെ പഴയ കൊടിമരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ പ്രകാളം ഭാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചെയ്ത ആ കൊടിമരത്തിനകത്ത് ഏകദേശം 10 കിലോ സ്വർണ്ണമുണ്ട്. ആ 10 കിലോ സ്വർണ്ണം ഉൾപ്പെടെയുള്ള മൊത്തം ആ ചെമ്പ് പാളികളും അതും പോയിട്ടുണ്ട്. അപ്പം ഇത് മൊത്തം അവർ കച്ചവടം ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ത്രൂ തന്നെയാണ്. അപ്പം അത് ആ തന്ത്രി കുടുംബമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അവർക്ക് അവകാശമില്ലാത്തൊരു കാര്യം അത് പഴയ 16-ാം നൂറ്റാണ്ടിലെ തന്ത്ര സമുച്ചയത്തിലോ കുഴിക്കാട്ട് പച്ചലോ ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ചില ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതൊക്കെ അന്നത്തെ കാലത്ത്, ഇപ്പോഴത്തെ ഒരു ക്ഷേത്രക്കാരും മാത്രമല്ല മറ്റു ദുരുപയോഗം ചെയ്യും. ഇനിയിപ്പോ ബാക്കി ഇപ്പൊ അഷ്ടദിക്പാലകരുടെയും വാജിവാഹനത്തിന്റെയും ഒക്കെ കാര്യം കൂടി അന്വേഷണത്തിന്റെ റഡാറിൽ വരികയാണെങ്കിൽ ആദ്യം ചോദ്യം ചെയ്യേണ്ടത് തന്ത്രിയായിരിക്കില്ലേ? അപ്പോ അത് ആദ്യമേ നമ്മൾ ഇത്രയും അവരുടെ മൊഴി അപ്പോൾ SIT അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇതിനകത്തല്ല മാത്രമല്ല ഈ പോയിരിക്കുന്ന കംപ്ലീറ്റ് ഉരുപ്പടികൾക്കത്തും കംപ്ലീറ്റ് കാര്യങ്ങളകത്ത് ഇവരുടെ അരിക്കം വേണം. ഇതൊരു നമുക്ക് ചുമ്മാ ഒരു ഇഷ്ടത്തിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥർക്കോ അല്ലെങ്കിൽ മന്ത്രിക്കോ അല്ലെങ്കിൽ വേറൊരു എക്സ്റ്റേണൽ ഒരു ആൾക്കാർക്കോ പണിക്കാർക്കോ ഒന്നും പോകത്തില്ല. യഥാർത്ഥത്തിൽ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തന്നെ ഒരു മരാമത്ത് വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും അവർ കൂടെയാണ്, ടെൻഡറാണ്, വളരെ സുതാര്യമാണ്, അങ്ങനെയാണ് വർക്ക് നടക്കേണ്ടത്. പക്ഷെ അവിടെ പാരലായിട്ടൊരു നിർമ്മാണ വ്യവസ്ഥ, അതായത് ഈ സ്പോൺസർമാരെ കൊണ്ടുവന്നിട്ട് ഈ തന്ത്രിയും ഈ പറഞ്ഞ ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ച് അന്നേരത്തെ അത്യാവശ്യമുള്ള ഉദ്യോഗസ്ഥരെ ചിലപ്പം കലാകാലങ്ങളിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മറ്റവർക്കൊക്കെ ചിലപ്പോൾ അറിയായിരിക്കും. ഈ പറഞ്ഞ ഇളക്കുന്നതിനകത്തൊന്നും ഈ മരാമത്ത് ഇടപെട്ടിട്ടില്ല. ഒരു കേടായിട്ടുള്ള ഒരു വസ്തു ഉണ്ട്, അത് ആദ്യം മരാമത്തുകാരെ അറിയിക്കണം. മരാമത്തിന്റെ എഞ്ചിനീയർ വന്നിട്ട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് എത്രയാണ് എന്നുള്ളത് അവർ അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് അത് ടെൻഡർ ചെയ്തിട്ട് അംഗീകൃതരായ കരാറുകാർ ഓൺലൈനായിട്ട് അതിനെ ബിഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വർക്ക് കൊടുക്കും, അവരുടെ വർക്ക് എക്സിക്യൂഷൻ ചെയ്യും. അങ്ങനെയാണ് ആ വർക്ക് അവിടെ ദേവസ്വം ബോർഡിൽ നടക്കേണ്ടത്. എല്ലാ വർക്കുകളും നടക്കുന്നത് അങ്ങനെ.
തന്നെയാണ്. പക്ഷേ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇവരുടെ ഒരു ഗ്രൂപ്പ് സമാന്തരമായ ഒരു ഭരണ സംവിധാനം, ഇത് നമ്മൾ ഈ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ള തന്നെ അല്ല, അവിടെ വേറെ ഒരുപാട് വഴിപാടുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നപ്പോൾ മുതൽ തുടങ്ങിയിരിക്കുന്ന ഈ പൂജകളുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് വഴിപാടുകൾ, ഈ നെയ്ത്താങ്ങ കൊണ്ട് മറ്റേ ട്രാക്ടറിലൊക്കെ കൊണ്ടുവന്നിട്ട് ഒരുപാട് പേരുടെ ഒരുമിച്ച് അഭിഷേകം ചെയ്യുന്ന, ഇപ്പോഴും നമ്മുടെ വിജിലൻസ് ഈ വർഷവും നമ്മുടെ വിജിലൻസ് ഒരു ദിവസം 5 ലക്ഷം രൂപയുടെ ഇതാണ് മേൽശാന്തിയുടെ മുറിയിൽ നിന്ന് പിടിച്ചിരിക്കുന്നത്. ഒരു ദിവസം 5 ലക്ഷം, 60 ദിവസം കൊണ്ട് എത്ര കോടി രൂപയുടെയായി, അല്ലെ 100 ദിവസം നമ്മുടെ ഈ ഒരു സീസണിലുണ്ടെങ്കിൽ എത്ര കോടി രൂപയുടെ സംഭവമായി. ഇപ്പൊ പിടിച്ച 5 ലക്ഷം രൂപ മേൽശാന്തിയുടെ ഒരു ദിവസത്തെ കൂപ്പണാണ്. അപ്പം അങ്ങനത്തെ ഈ വഴിപാടുകൾ, അതുപോലെ അവിടുത്തെ കീഴ്ശാന്തിയുടെ റൂമിലുള്ള സാധനം, ഈ വലിയ വലിയ ആൾക്കാർ വരുന്നിട്ട് ഈ പറഞ്ഞ മാല കൊടുക്കൽ അങ്ങനത്തെയൊക്കെ അവരുടെ വഴിപാടുകൾ സത്യം പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ അംഗീകൃത ഇതിലോട്ട് അറിയുന്നേ ഇല്ല. ഇത് തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്നു, അവരുടെ മുമ്പിൽ വെച്ച് ഇത് മേടിക്കുന്നു, ദേവനെ ചാർത്തുന്നു, തിരിച്ചു കാണിക്കുന്നു. അപ്പം അങ്ങനത്തെയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട് അവിടെ. ആ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ സംഭവം മാത്രമാണ് ഈ സ്വർണ്ണക്കൊള്ള. ഇതിനകത്ത് മേജർ സംഭവങ്ങൾ ഇങ്ങനത്തെ എല്ലാ ഭക്തരുടെയും മാറ്റുന്ന സംഭവമുണ്ട്. അത് മാറണം. മെയിനായിട്ട് ശബരിമലയിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാര്യം അവിടെയുള്ള ഈ ബ്രാഹ്മണ ശൗചാലയമാണ്. ലോകത്ത് ഒരു ക്ഷേത്രത്തിലും ഇല്ലാത്ത രീതിയിലാണ് അവിടെ ഈ ശൗചാലയം ഉൾപ്പെടെ ഇവരുടെ ബ്രാഹ്മണ ശൗചാലയം അവിടെ ഉള്ളത്. അത് അവിടെ നിന്ന് മാറ്റാനായിട്ട് ഇപ്പോൾ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് അതിനെക്കുറിച്ച് ഒരു ഇത് പറഞ്ഞു, 1-2 വർഷത്തിനുള്ളിൽ മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് അടിയന്തരമായിട്ട് അടച്ചു മാറ്റിയിട്ട് ഇവർക്ക് വെളിയിലാക്കി കൊടുക്കണം. ഇവരുടെ ഈ റൂമിലാണ് ഈ പറഞ്ഞ എല്ലാ, ഇപ്പോഴും നമ്മുടെ പിടിച്ച 5 ലക്ഷം രൂപ ഇവരുടെ റൂമിലാണ് ഈ പറഞ്ഞ എല്ലാത്തരം തിരക്കഥകളും എഴുതപ്പെടുന്നത്. ആ തിരക്കഥകളാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അതാണ് നമ്മൾ പൊളിക്കേണ്ടത്. അത് പൊളിച്ച് ഇതൊരു സുതാര്യമായ, ഓൾറെഡി ഉണ്ട് സുതാര്യമായ ഒരു ഭരണ സംവിധാനം നമ്മുടെ എല്ലാ ഗവൺമെന്റ് കാര്യങ്ങളും പോലെ ഉണ്ട്. അതുപോലെ അവിടെ ആകണം. അയ്യപ്പനെ മുക്തനാക്കണം. ഈ അയിത്തത്തിൽ നിന്നും ഈ പറഞ്ഞ അശുദ്ധിയിൽ നിന്നും ഈ പറഞ്ഞ കള്ളക്കടത്തിൽ നിന്നും അയ്യപ്പനെ മുക്തനാക്കിയേ പറ്റൂ. ശരി, നിരവധി കാര്യങ്ങളുണ്ട് അതിൽ. ശ്രീ ജിതിൻ ദേവ്, ഇവിടെ ഇപ്പോൾ നേരത്തെ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചത് അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതും അന്വേഷണം ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ നിന്നുപോയി എന്നുള്ളതും, എന്തുകൊണ്ടാണ് പത്മകുമാർ പ്രതിയാവുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന 2 ദേവസ്വം ബോർഡ് മെമ്പർമാർ പ്രതിയാവാത്തതെന്ന ചോദ്യം ചോദിച്ചു. ഇന്നിപ്പോൾ അതിന് മുഖ്യമന്ത്രി വേറൊരു വിശദീകരണം നൽകിയിട്ടുണ്ട്. അതേസമയം ദേവസ്വം ബെഞ്ച് ഇതുവരെ SITയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അതൃപ്തി രേഖപ്പെടുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിയും പറയുന്നു SITയുടെ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്ന്. ഇതിൽ ഒരു 30% കാര്യങ്ങൾ പോലും വെളിയിൽ വന്നിട്ടില്ല. മറ്റ് ആംഗിളുകൾ വേറെ ഉണ്ട് താനും. അങ്ങനെ നോക്കുമ്പോൾ അന്വേഷണം ഇപ്പോൾ ഈ നിലയ്ക്ക് മുന്നോട്ട് പോകുന്നത് തന്നെ ഉചിതം എന്ന് വിചാരിക്കാമോ? ഒരിക്കലും അങ്ങനെ വിചാരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ അഭിലാഷ്. നോക്കൂ, നമ്മൾ ഈ പറഞ്ഞ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഭണ്ഡാരി ആയാലും ഗോവർദ്ധനായാലും, ഈ ഭണ്ഡാരി ആദ്യം വന്ന് മൊഴി കൊടുത്തപ്പോൾ രാജാവിനെ പോലെ വന്ന് മൊഴി കൊടുത്തിട്ട് പോയ ആളാണ്. രണ്ടാമത് SIT ചില ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ക്രീൻ പ്ലേ തയ്യാറാക്കി ഭണ്ഡാരി മൊഴി കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നത്. അതിൽ നിന്ന് മുമ്പോട്ട് പോകാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല. അന്വേഷണ സംഘം സ്റ്റക്കായി നിൽക്കുകയാണ്. അവിടെയാണ് മറ്റൊരു അന്വേഷണം, അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വിശാലമായ ക്യാൻവാസിൽ അന്വേഷിക്കാൻ പറ്റുന്ന ഒരു അന്വേഷണ ഏജൻസി എന്നുള്ള ചിന്തയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകത്തുള്ളൂ. ഇത് ചെറിയൊരു തട്ടിപ്പല്ലല്ലോ. ഇതിനകത്ത് പങ്കാളികളായേക്കുന്നതെല്ലാം ഈ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിന്നവരാണ്. ഒരു ദേവസ്വം ബോർഡ് ഇതിന്റെ പുറകിൽ, അതായത് നോക്കൂ, 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ അകത്ത് കിടക്കുകയാണ്. ഇപ്പൊ ഇവിടെ ശ്രീ PK ഗോവൻ ഒരു എന്താ പറയുക ഷോക്കേസിലെ കത്തിക്കഥയൊക്കെ പറഞ്ഞല്ലോ. ഇത് അദ്ദേഹം പറയുന്ന സമയത്ത് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ എഴുതി വെച്ചിരിക്കുകയാണ് പത്മകുമാർ എന്നുള്ള ആരോപണം. അദ്ദേഹം ഇപ്പോഴും ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. ഒരു വരി സ്റ്റേറ്റ്മെന്റ് കൊണ്ടുപോലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ, അല്ലെങ്കിൽ ഒരു സസ്പെൻഷൻ കൊണ്ടുപോലും തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല. അപ്പം പത്മകുമാറിനെ തള്ളിപ്പറഞ്ഞാൽ പത്മകുമാർ പറയുന്ന പേരുകളുണ്ടാകും. ഈ അവതാരങ്ങൾക്ക് പിറകിൽ വേറെ ഉന്നതന്മാരുണ്ടാകും. ഈ ഉന്നതന്മാരിലേക്ക് പോകാൻ SITക്ക് സാധിക്കുന്നില്ല. ഇത് കഴിഞ്ഞ ദിവസം എന്താ പറയുക, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് എന്തോ ഒരു കാര്യം പറഞ്ഞ സമയത്താണ് ഈ ഭണ്ഡാരിയിലേക്ക് എത്തുന്നത്. ഭണ്ഡാരിയുടെ മൊഴി ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. ഭണ്ഡാരി പറയുന്നതും നേരത്തെ പറഞ്ഞ ഗോവർദ്ധൻ പറയുന്നതും പോറ്റി പറയുന്നതും എല്ലാം ഒരേ ആംഗിളിലാണ്. ഈ ആംഗിൾ പൊളിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. ചോദിക്കാൻ പറ്റുന്ന ഏജൻസികൾ ചോദിക്കണം, ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കണം. ചോദിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യങ്ങൾ പുറത്തു വരും. അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഒരു 10% 20% നിന്ന് കറങ്ങുകയാണ്. അവിടെ നിന്ന് ഇതിന് പുറകിലുള്ളത് ആരായാലും, ഏതുന്നതനായാലും, ഏതവതാരമായാലും അവരെല്ലാം വരണം. അവരെല്ലാം തെറ്റ് ചെയ്ത മുഴുവൻ ആൾക്കാരും അന്വേഷണ പരിധിയിൽ വന്നേ മതിയാകൂ. കാരണം ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്, മറ്റേതെങ്കിലും ഒരു കൊള്ളയുടെ പ്രശ്നമല്ല. ഇതൊരു വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കോടിക്കണക്കിന് ഭക്തജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഈ ചൂഷണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തെളിയേണ്ടുന്നത് ഈ പറഞ്ഞതുപോലെ കാത്തിരുന്നതിന് ശേഷമല്ല, കൃത്യമായ രീതിയിലുള്ള എവിഡൻസ് തയ്യാറാക്കി ഇതിനകത്ത് അന്വേഷണം നടന്ന് ഇത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യണം. ശരി, അവിടെ ശ്രീ ഗോപൻ, ഇപ്പൊ മുഖ്യമന്ത്രി വിധി പറഞ്ഞ സിംഗിൾ ബെഞ്ച് ദേവസ്വം ബെഞ്ചിനെതിരെ എന്തോ പറഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ച് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിയെ കുറിച്ച് വളരെ ക്രിട്ടിക്കലായ ഒരു പരാമർശം വന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കുക, തിരുത്തുക. കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ്. എന്നിട്ടും ഭരണകൂട സമ്മർദ്ദം അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്.
അതല്ലാതെ വിധി പറഞ്ഞ ജഡ്ജിക്ക് വേറെന്തോ താല്പര്യമാണ് എന്ന് വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ഗോപ്യമായി അങ്ങനെ സൂചിപ്പിക്കുന്നത് കൊണ്ട് എന്ത് കാര്യം? അല്ല, അവിടെ ഈ സിംഗിൾ ബെഞ്ചിന് ഇങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവിടെ സിംഗിൾ ബെഞ്ച് അല്ല ഈ കേസ് കേൾക്കുന്നത്. ഈ കേസിൻ്റെ മുഴുവൻ ഡേറ്റാസും ഡിവിഷൻ ബെഞ്ചാണ്, അല്ലെങ്കിൽ ശബരിമലയുടെ പ്രത്യേക ബെഞ്ചാണ്. അവരല്ലേ ഇത് കേൾക്കുന്നത്, അവരല്ലേ SIT നിശ്ചയിച്ചത്, അവരല്ലേ SITയിലെ ഉദ്യോഗസ്ഥർ ആരൊക്കെയാണെന്ന് അവരല്ലേ തീരുമാനിച്ചത്, അല്ലാതെ ഗവൺമെൻറ് പോലും അല്ലല്ലോ. അപ്പോൾ ആ ഒരു ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലും നിരീക്ഷണത്തിലും നേതൃത്വത്തിലും നടക്കുന്ന അന്വേഷണത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഹൈക്കോടതിക്കാണ്. അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് SITക്ക് ഒരു തളർച്ചയുണ്ടായിട്ടില്ല. ശരിയായ തെളിവ് കണ്ടെത്തിയിട്ട് മാത്രമേ SITക്ക് ഒരു പേപ്പർ കൊടുക്കാൻ പറ്റൂ, അതുപോലെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഒരു തെളിവില്ലെങ്കിൽ അവർ സുഖകരമായിട്ട് ഊരിപ്പോവും, ജാമ്യം കിട്ടും. അതുകൊണ്ടാണ് SIT നല്ല അവധാനതയോടുകൂടി മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടിക്കാരും മറ്റുള്ളവരും പറയുന്നത് കേട്ട് SITക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. SITക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നത് ഒരു നിയമ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് കൃത്യമായ തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ട് നടത്താൻ പറ്റൂ. ഇപ്പം എല്ലാവരും ആശങ്കപ്പെടുന്ന ഒരു കാര്യം ഈ തന്ത്രിമാരിലേക്ക് അന്വേഷണം. യഥാർത്ഥത്തിൽ ഇത് തന്ത്രിമാരിലേക്ക് കാര്യമൊക്കെ ശ്രീ മഹേഷ് അതെ അവരിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 അറസ്റ്റ്. കോടതിയുടെ അഭിപ്രായം പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ 2 അറസ്റ്റ് കിടന്ന എന്താ? ആ അറസ്റ്റിന് ആവശ്യമായ തെളിവ് അവർക്ക് അന്താരാഷ്ട്ര ബന്ധമുണ്ടെന്ന് വ്യക്തമായല്ലോ. ഇപ്പം അങ്ങനെ ബന്ധമുള്ള ആളുകളുടെ അറസ്റ്റ് നടത്തുമ്പോൾ അവർ സുഖകരമായിട്ട് കോടതിയിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകാൻ പാടില്ല. അതുകൊണ്ട് അവരെ 2 പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇത് കുറച്ചുകൂടി വിപുലമായ മാനത്തിലേക്ക് വരിക. അപ്പോഴാണ് ഈ ഉണ്ണികൃഷ്ണൻ മാത്രമല്ല, ആ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേരും നേരത്തെ നമ്മൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആളിൻ്റെയോടൊപ്പം ഉണ്ട്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ട്, കേരളത്തിലെ മറ്റ് കോൺഗ്രസ് നേതൃത്വത്തോടൊപ്പം അവർ 2 പേരും ഉണ്ട്. അപ്പോൾ അവരുടെ 2 പേരുടെ സാന്നിധ്യം പലയിടത്തും കാണപ്പെടുന്നു. ഇനി അവരെ തന്ത്രിയുമായിട്ട് കൂട്ടിമുട്ടിക്കുന്ന തെളിവുകളിലേക്ക് എത്തണം. കാരണം തന്ത്രിമാർ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ശബരിമലയിൽ നിന്ന് ആ ശ്രീകോവിലിനകത്ത് നിന്ന് എന്തെങ്കിലും പുറത്തു പോകണമെങ്കിലോ എന്തെങ്കിലും അകത്തേക്ക് ചെല്ലണമെങ്കിലോ അവരുടെ അനുവാദമില്ലാതെ ഏത് പ്രസിഡന്റ് തീരുമാനിച്ചാലും ഏത് മന്ത്രി തീരുമാനിച്ചാലും അവർക്കാണ് അതിൻ്റെ അവകാശം. അപ്പോൾ അവരിലേക്ക് എത്തണം. അതുപോലെ വാജിവാഹനം അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ അവകാശമല്ല ശ്രീ അഭിലാഷ്. വാജിവാഹനം അവിടുത്തെ ചടങ്ങനുസരിച്ച് അല്ലെങ്കിൽ ആചാരം അനുസരിച്ച് സ്പോയിൽ ചെയ്യുക വേണ്ടുന്നത്. ഏതെങ്കിലും തരത്തിൽ വീണ്ടെടുക്കാനാവാത്ത വിധം നശിപ്പിക്കേണ്ട ഒരു സാധനമാണ് വാജിവാഹനം. പക്ഷേ അദ്ദേഹം ആ വാജിവാഹനം കൊണ്ടുപോയത് പുറത്ത് പൂജയ്ക്ക് വേണ്ടിയിട്ടാണ്. ശബരിമലയ്ക്ക് പുറത്തു പോയി പൂജ നടത്തുന്നതിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഭണ്ഡാരിയും തന്ത്രിമാരും പിന്നെ അവർക്ക് താല്പര്യമുള്ള MP-മാർ ഇതിലൊക്കെ ഈ ചരട് കെട്ടി കൊടുത്ത് ജീവിതം മെച്ചപ്പെടുത്താമെന്ന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളുകളുണ്ടല്ലോ, അവരൊക്കെയാണ് ഇതിൻ്റെ ആളുകൾ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഒരു കാര്യമില്ലാതെ ഇതിനകത്ത് മറ്റു പലരെ വലിച്ചെടുക്കേണ്ടി വരുന്നത്. ഞാൻ ഇതിനകത്ത് വിശ്വസിക്കുന്നില്ല സോണിയാഗാന്ധി ഇതിൻ്റെ പങ്ക് പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ സോണിയാഗാന്ധിക്ക് മുമ്പിലേക്ക് ഇവരെ എത്തിക്കണമെങ്കിൽ അതിന് സ്വാധീനമുള്ള രാഷ്ട്രീയ നേതൃത്വം, ആ രാഷ്ട്രീയ നേതൃത്വത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ വിശ്വാസമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തലേന്ന് പരിചയപ്പെട്ട പിറ്റേന്ന് സോണിയാഗാന്ധിയുടെ കൊണ്ടുചെല്ലത്തില്ല. അപ്പോൾ വർഷങ്ങളായി പരിചയമുണ്ട്. ഇനി ശബരിമല സ്ത്രീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടന്ന സമരത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കാളിയാണ്. അതിനകത്ത് പ്രധാന നേതൃത്വം വഹിച്ച ആൾ പ്രയാർ ഗോപാലകൃഷ്ണനാണ്. പ്രയാർ ഗോപാലകൃഷ്ണന്റെ വലങ്കൈയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാൻ വേണ്ടി അത് LDFന്റെ പുറത്ത് ചാരി, അല്ലെങ്കിൽ LDFന്റെ നമ്മുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ട് ഇരുന്നവരുടെ കാലത്താണ് എന്നുള്ള പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തുമാത്രം പങ്കുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പത്മകുമാർ ജില്ലാ കമ്മിറ്റി എന്ന് പറയും നിങ്ങൾ വിളിച്ചുകൊണ്ടാ. പത്മകുമാറിനെ ഞങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്താക്കിയാൽ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം കൂടെ ഞാനങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾ പറയാൻ പോകുന്നത് പത്മകുമാർ എന്ന് പറയുന്ന ഒരാളെ പുറത്താക്കി CPM മുഖം രക്ഷിക്കുകയാണ്, ഇതല്ല സംഭവം എന്ന് പറഞ്ഞായിരിക്കും നിങ്ങൾ ചർച്ച നടത്താൻ പോവുക. അതുകൊണ്ട് ഞങ്ങൾ അതിൽ കണ്ടിരിക്കുന്നത് പത്മകുമാറിന് ഇതിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് ഏതെങ്കിലും തരത്തിൽ കോടതി നിരീക്ഷിച്ചാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു തെളിവ് വന്നാൽ പത്മകുമാർ CPM കാണത്തില്ലെന്ന് മാത്രമല്ല, പത്മകുമാറിനെതിരായുള്ള ഏത് നിയമം ഞങ്ങളുടെ സപ്പോർട്ടാണ്. കാരണം ഗവൺമെന്റ് ജാമ്യാപേക്ഷകൾ മുമ്പിൽ വന്നിട്ടും കോടതി ജാമ്യം പോലും കൊടുക്കാതെ, താങ്കൾക്ക് അറിയാമല്ലോ ബെയിൽ ഈസ് ദ റൂൾ എന്നാണ്. ഇതുവരെ ജാമ്യം പോലും പത്മകുമാറിന് കിട്ടിയിട്ടില്ല. എന്നിട്ട് കോടതി ഇനി എന്തെങ്കിലും നിരീക്ഷിച്ചാൽ ഞങ്ങൾ പത്മകുമാറിനെതിരെ എന്തെങ്കിലും ചെയ്തു പോകുന്നൊന്നും പറയല്ലേ? അല്ല ശ്രീ അഭിലാഷ്, നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിനകത്തൊരു ചട്ടമുണ്ട് ഓരോ കാര്യങ്ങൾ നടത്താക്കുന്നതിനൊക്കെ. അതുപോലെ CPM എന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് ഒരു ചട്ടമുണ്ട്. ഒരാളിൻ്റെ പേരിൽ കുറ്റാരോപണം വന്നാൽ അയാളെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പലരെയും പുറത്താക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പലരെയും, അതല്ല അതിൻ്റെ നടപടിക്രമം. പത്മകുമാർ മാത്രമല്ല, ഗവൺമെൻറ് എടുത്ത നിലപാടെന്താ? തുടക്കം മുതൽ ഏതൊരാൾ, ഞങ്ങൾ 2-3 കാര്യങ്ങൾ അതിൽ പറഞ്ഞു. ഒന്ന്, ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല.
2, ഏത് കുറ്റവാളികളായാലും കണ്ടുപിടിക്കണം. അതിന് ഹൈക്കോടതി അക്കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെക്കണം. 3, അയാൾക്ക് സംരക്ഷണം കൊടുക്കത്തില്ല. ഈ 3 നിലപാട് CPM-ന്റെ സുചിന്തിതമായ നിലപാടാണ്. ഈ 3 നിലപാടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പത്മകുമാറിനെ കാണുന്നതും വാസു സാറിനെ കാണുന്നതും നാളെ വേറൊരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അയാളെ കാണുന്നതും. ഇനി ബെല്ലാരി സെറ്റിപ്പെട്ടായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയായാലും ആരാണോ തെറ്റുകാർ അവരെ ശിക്ഷിക്കണം. അവർക്ക് സപ്പോർട്ട് കൊടുക്കില്ല. അതുപോലെ തന്നെ അവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുക. ഇതും തുടർന്ന് അവിടെ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങളുടെ ഒരു സതുദ്ദേശത്തെ കൂടി അങ്ങ് കാണണം. തുടർന്നത് അവിടെ ആവർത്തിക്കാതിരിക്കാൻ ഞങ്ങൾ കാണിച്ച കരുതൽ എന്ത് മാത്രമുണ്ട്. നിങ്ങൾ ഈ ശബരിമലയിലെ സീസൺ തുടങ്ങിയപ്പം എത്ര ദിവസം ചർച്ച ചെയ്ത് അവിടുത്തെ തള്ളു കൂടുതൽ, അവിടെ സൗകര്യം കിട്ടുന്നില്ല, അവിടെ വലിയ ബഹളം. എന്താ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റാത്ത? എത്ര കൃത്യമായിട്ടാണ് ശബരിമലയിൽ 80,000 90,000 ആളുകൾ വന്നു പോകുന്നത്. എന്തെല്ലാം കുഴപ്പങ്ങൾ അവിടെ ഉണ്ടാക്കാൻ നോക്കി. അപ്പൊ ഗവൺമെന്റ് സതുദ്ദേശത്തോടു കൂടിയാണ് പ്രശ്നത്തെ കാണുന്നത്. ശബരിമലയെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളത് വളരെ ശക്തമായി എടുത്ത നിലപാടാണ്. ശ്രീ KP നൗഷാദ് അലി, ഇവിടെ ഇപ്പോ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അടുത്ത റൗണ്ടിൽ വരാം. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ ഇത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തിയത് തന്ത്രിയുടെ സഹായമായിട്ടാണ്, അല്ലെങ്കിൽ തന്ത്രിയുടെ മറപറ്റിയാണ് എന്ന ആരോപണം വരുന്നു. അതിന് മറ്റു പല ബോൽബലകമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. വാജിവാഹനം എപ്പോഴാണ് തന്ത്രി കൊണ്ടുപോയത് എന്ന ചോദ്യം വരുന്നു. പല കാര്യങ്ങൾ ഈ 2019 കാലത്ത് മാത്രമല്ല അതിനു മുമ്പും ചില കാര്യങ്ങളൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിലോ മറ്റു മാർക്കറ്റുകളിലോ അതല്ലെങ്കിൽ ആളുകളുടെ വീടുകളിലോ കോടീശ്വരന്മാരുടെ പക്കലോ ഒക്കെ കൊടുത്തിട്ടുണ്ടാകാമെന്ന സംശയം വരുന്നു. അപ്പൊ ഇത് മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇത് ലാസ്റ്റ് സ്വന്തം കാലിലേക്ക് വെടിവെച്ച പോലെ ആവുമോ? എൻ്റെ അഭിലാഷ്, ഈ 2019 കേരള സർക്കാരിന് കീഴിലുള്ള ദേവസ്വം വകുപ്പും ദേവസ്വം ബോർഡും ഈ പോറ്റിക്ക് സ്വർണം വീണ്ടും പൂശാനുള്ള അനുമതി കൊടുത്തത്. അവിടെ തൊട്ടാണല്ലോ ഈ തട്ടിപ്പിൻ്റെ സകല തുടക്കവും. പിന്നെ ഈ പറഞ്ഞ ശബരിമല ദേവസ്വത്തിനകത്ത്, സർക്കാരിനകത്ത്, ശബരിമല ക്ഷേത്രത്തിനകത്തൊക്കെ ഉരുണ്ട് പരണ്ട് നടന്നിരുന്ന ഒരാളെ ഒരുപക്ഷെ ആ കാലത്തൊക്കെ വളരെ ആധികാരികമായും ഔദ്യോഗികമായിട്ടൊക്കെ പല ആളുകളും വീക്ഷിച്ചിട്ടുണ്ടാകാം. അത്തരത്തിലൊരു പരിവേഷം പോറ്റിക്കുണ്ടാക്കി കൊടുത്ത ആളുകളാണ് പോറ്റിയെടുത്ത ഫോട്ടോൻ്റെ കണക്കും പറഞ്ഞ് തങ്ങളെ തടി തപ്പാം എന്ന് വ്യാമോഹിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഈ കോടതിയെ മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇത് ഈ സ്വർണ്ണപ്പാളി അതുപോലെ തന്നെ പിന്നെ അതുമായി ബന്ധപ്പെട്ട ദ്വാരപാലക ശില്പമൊന്നും മാത്രമല്ല. ഇവിടെ പിന്നെ ഈ പറഞ്ഞ രാശി പ്ലേറ്റ് പോയിട്ടുണ്ട്, ശിവന്റെ വിഗ്രഹം പോയിട്ടുണ്ട്, ദശരഥ പ്ലേറ്റ് പോയിട്ടുണ്ട്, വ്യാളി രൂപം പോയിട്ടുണ്ട്, സ്വർണം പൂശിയ വാതിലിൻ്റെ ഫ്രെയിം പോയിട്ടുണ്ട്. ഇതൊക്കെ അടപടലം അടിച്ചു മാറ്റിക്കൊണ്ടു പോവുകയാണ്. സർക്കാർ ഇതിനൊക്കെ ഉത്തരവിടുന്നു, നിയമം ഇറക്കുന്നു, പുതിയ ഓർഡിനൻസ് ഇറക്കുന്നു, ജിയോ ഇറക്കുന്നു. ഇതൊക്കെ ചെയ്ത് ഈ പറഞ്ഞ ആളുകളൊക്കെ അകത്തായിട്ട് ഇങ്ങനെയൊക്കെയാണോ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത്? ഇപ്പോഴും പറയുകയാണ് പത്മകുമാറിനെതിരെ നാളെ ഇനി കോടതി 5 കൊല്ലം കഴിഞ്ഞൊരു ശിക്ഷാവിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അയാൾ കുറ്റക്കാരനാവുള്ളൂ, അതുവരെ ഞങ്ങൾ നടപടിയെടുക്കില്ല എന്നുള്ളതാണ് ഇവരുടെ ലൈൻ. CPM-കാരാണെങ്കിൽ ഏത് കുറ്റാരോപണം ഉണ്ടായാലും അത് തെളിഞ്ഞ് ഒരു തീരുമാനമാവുന്നവരെ അവർ നിരപരാധിയാണ് എന്ന് പറയും. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്കെതിരെ ഏതെങ്കിലും മുഷിഞ്ഞ വിശ്വാസയോഗ്യമല്ലാത്ത കോണിൽ നിന്നവരെ ആരെങ്കിലും ശബ്ദിച്ചാൽ ഉടനെ രാജിയും ഉടനെ കോർട്ട് മാർഷ്യലൊക്കെ ആവശ്യപ്പെട്ട് ഇവർ രംഗത്ത് വരും. എന്തൊരു അവസരവാദപരമായ ഒരു പാർട്ടിയാണ് CPM എന്ന് ഇതൊക്കെ കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാവും. ഹൈക്കോടതിയുടെ മറ്റൊരു പിന്നെ പരാമർശം അഭിലാഷ് ശ്രദ്ധിക്കണം. അതായത് ഈ പറഞ്ഞ പത്മകുമാറിന് മാത്രമല്ല വിജയകുമാറിനും ശങ്കർദാസിനും ഒക്കെ ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു കഴിഞ്ഞു. എന്നിട്ടും ഇവര് ഇനി ആരാണ് ഇവർക്ക് ഈ പിന്നെ ഇവരെയൊക്കെ ശുദ്ധികലശം നടത്തിയിട്ടുള്ള തിട്ടൂരം എവിടുന്ന് കിട്ടുമെന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? അല്ലെങ്കിൽ ഇവരെയൊക്കെ ഇനി എന്നാണ് ഇനി കുറ്റവാളിയായിട്ട് കോടതി പ്രഖ്യാപിക്കാൻ പോണത്? എന്ത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള കോൺട്രഡിക്ടറി ആണ് ഇവരുടെ മുഴുവൻ വാദങ്ങളും എന്ന് ഞാൻ ഓർത്തു പോവുകയാണ്. ഇതൊക്കെ ഏതായാലും കാണുന്ന പ്രേക്ഷകർ വളരെ കൃത്യമായിട്ട് വിലയിരുത്തിക്കൊള്ളുമെന്നുള്ളതാണ് ഞങ്ങളുടെ ഏക ആശ്വാസം. ഇവിടെ ഈ പറഞ്ഞ പോറ്റി എടുത്ത ഫോട്ടോയെ ചുറ്റിപ്പറ്റി ഈ മഹാക്രൈമുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കളയാം, ജനങ്ങളെ അത് വിശ്വസിപ്പിക്കാം എന്നൊക്കെ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഉത്സാഹികളായ PR ഏജൻസികളൊക്കെ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കാം. പക്ഷെ കേരള മുഖ്യമന്ത്രി അതൊക്കെ വായിച്ചത് വലിയൊരു തെളിവായിട്ടൊക്കെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ അദ്ദേഹം സ്വയം അപഹാസ്യനാവുകയാണ് എന്നുള്ളതാണ്. പത്മകുമാറിനെതിരെ നടപടിയെടുത്തിട്ട് ക്രിമിനൽ ലയബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കെതിരെ നടപടിയെടുത്തിട്ട് മുഖ്യമന്ത്രി ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുകയാണെങ്കിൽ പിന്നെയും ആളുകൾക്കൊരു ഏതെങ്കിലും തരത്തിൽ അതിനോടൊരു സമീപിക്കാനെങ്കിലും
ഒരു മനസ്സ് തോന്നും. ഇതൊന്നുമില്ലാതെ ഇത്തരത്തിലൊക്കെ പെരുമാറുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ ചെയ്യുന്ന കൃത്യങ്ങൾ വളരെ കൃത്യമായിട്ട് ജനം വിലയിരുത്തുന്നുണ്ട്. SIT അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ വളരെ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട്. ഏതായാലും പോറ്റിയെടുത്ത ഡസൻ കണക്കിന് CPM നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകളുണ്ട്. അപ്പൊ ആ ഫോട്ടോയിലൊക്കെ വന്നിരുന്ന് പോറ്റിക്ക് മുമ്പിൽ വിനീത ഭാവത്തോടിരിക്കുന്ന ദേവസ്വം മന്ത്രിയുടെ പടത്തെക്കുറിച്ചൊക്കെ എന്താ ഇവർക്ക് പറയാനുള്ളത്? പടം പിടിക്കുക എന്നുള്ളത് ഇന്ന് ലോകമെങ്ങും എവിടെയും കയറി എന്തുമാകാം, പടം പിടിക്കാൻ നിന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അഹങ്കാരി എന്ന് ചിത്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് ഇവര് ഈ ഫോട്ടോയിൽ കാര്യമില്ല എന്നുള്ളതാണ് ആകെ തുക കോൺഗ്രസ് പറയുന്നത്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം അടങ്ങി ചർച്ചയിലേക്ക് വന്നു. ശ്രീ TK രാജഗോപാൽ, അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ അറസ്റ്റിലായ ആളുകൾ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും ഒക്കെ ഉരുക്കി എന്ന ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല, തൊണ്ടി കണ്ടെത്താൻ പറ്റുന്നുമില്ല. എങ്ങനെ സോൾവ് ചെയ്യും ഈ വിഷയം അന്വേഷണ സംഘം എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അതുകൊണ്ടാണല്ലോ അഭിലാഷ് SITക്ക് ഇന്ന് രണ്ടാമതും ബെല്ലാരിലേക്ക് പോകേണ്ടി വന്നത്. ആ ഒരു സാഹചര്യം കൊണ്ടാണ്. കാരണം ഇയാൾ പറയുന്നത്, ഇയാളുടെ മൊഴികളിലെല്ലാം വൈരുദ്ധ്യമാണ്. എന്തെല്ലാം വൈരുദ്ധ്യങ്ങളാണ് ഇയാൾ പറയുന്നത്? അയാൾ ആദ്യം കട്ടളപ്പാളിയും പിന്നെ വാതിലും പണിഞ്ഞു. ആ വാതിൽ പണിഞ്ഞ ശേഷം അയാൾക്ക് ഒരുപാട് നഷ്ടമുണ്ടായി, ഒരുപാട് സംഭാവനകൾ ഇയാൾ ഇക്കാര്യത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞു. അവസാനമാണ് ഈ ദ്വാരപാലക ശില്പത്തിൽ വരുന്നത്. ദ്വാരപാലക ശില്പത്തിൽ വരുമ്പോഴും ഇയാൾ പറയുന്നത് എന്താണ്? എനിക്കിതിൻ്റെ പണി ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സ്പോൺസർഷിപ്പ് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ ശേഷമാണ്, അപ്പോഴാണ് പോറ്റി പറയുന്നത് അങ്ങനെ ഉണ്ട്, ഒരു കാര്യം ചെയ്യും, ഞാനിത് വേറൊരു ഏജൻസിയെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെയാണ് സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് പോകുന്നത്. അവരിൽ നിന്നാണ് ഇയാൾ ഈ സ്വർണം വാങ്ങിക്കുന്നത്. അതാണ് മഹേഷ് പണിക്കർ സൂചിപ്പിച്ചത്. അവരിൽ നിന്നാണ് ഈ സ്വർണം വാങ്ങിക്കുന്നത്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണമാണെന്നുള്ളതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഇയാൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്ന് പറഞ്ഞത് വിശ്വാസത്തിൻ്റെ വാല്യൂ ഉള്ള, വളരെ മൂല്യമുള്ള വസ്തുവാണ് എന്നുള്ളത് ഗോവർദ്ധൻ അറിയാമായിരുന്നു. രണ്ടാമത് ഇയാൾ എന്താണ് പറയുന്നത്? ഇത്രയും വലിയ ജൂവലറി ബെല്ലാരിയിൽ ഇത്രയും കോടികൾ ബിസിനസ് ചെയ്യുന്ന ആളിന് അയാൾക്ക് സ്വന്തമായിട്ട് അവിടെ ഏതോ സർവീസ് സഹകരണ ബാങ്കിലാണ് അയാളുടെ അക്കൗണ്ടെന്ന് അല്ലേ? അതിൻ്റെ വില കൊടുത്തത് എങ്ങനെയാണ്? സർവീസ് സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇയാൾക്ക് അന്ന് വില കൊടുക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്തു? 1.99 2 ലക്ഷത്തിൽ താഴെ വിലയിട്ടിട്ടാണ് 4-5 ചെക്കുകളാണ്, അതും അന്നദാന ഫണ്ട് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വില കൊടുക്കുന്നത്. നോക്കുക, ഇയാളുടെ ഗൂഢമായ കാര്യങ്ങളൊക്കെ ഓരോന്ന് നോക്കുക. അതേപോലെ ഇപ്പം തന്നെ 10 പവൻ്റെ മാല സമർപ്പിച്ചെന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് വസ്തുവാണെങ്കിലും ശബരിമല സമർപ്പിച്ച് കഴിഞ്ഞാൽ രസീത് വാങ്ങിക്കണം. അപ്പോൾ അതിന് ഇയാൾ പറയുന്ന ന്യായീകരണം എന്താണ്? അവിടെ കന്നഡ അറിയാവുന്നവരാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നതിന് കന്നഡ അറിയാവുന്നവരാരും ഉണ്ടായിരുന്നില്ലെന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, ശബരിമല പ്രധാന ഗസ്റ്റ് ഹൗസിലേക്ക് പോകുന്ന വഴിക്കുള്ള അനൗൺസ്മെൻറ്റ് ബോക്സിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ എത്രയോ ഭാഷയിലാണ്. മലയാളമാണ് അവിടെ കുറവ് വരുന്നത്, മറ്റെല്ലാ ഭാഷകളിലും അനൗൺസ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ എന്നിട്ട് ആരുടെയിലാണ് ഈ മാല കൊണ്ട് കൊടുക്കുന്നത് ഇയാൾ? ഇപ്പം ജാമ്യാപേക്ഷയിൽ ഇയാൾ ഇതിനെല്ലാം ന്യായീകരിക്കുകയാണ്. ഇന്ന് ഹൈക്കോടതി വന്നിരിക്കുന്ന ജാമ്യാപേക്ഷയിൽ വലിയ പേജ് കണക്കിന് എഴുതി വെച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ. അതുകൊണ്ടാണ് നമ്മുടെ SIT അതുകൊണ്ട് ഈ കള്ളങ്ങളാണ്, വൈരുദ്ധ്യങ്ങളാണ്, അത് പൊളിക്കുക. അത് കൃത്യമായി പൊളിച്ചാലേ അടുത്ത സ്റ്റെപ്പ് വെക്കാൻ പറ്റുള്ളൂ. നോക്കാം നമുക്ക് അടുത്ത ദിവസങ്ങൾ. വളരെ നന്ദി 4 പേർക്കും സൂപ്പർ പ്രൈം ടൈമിൽ പങ്കെടുത്തതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.